ലീവ് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും മലയാളികൾക്ക് രോഷം വരുന്നൊരു സമയം ഓണത്തിൻ്റെ സമയമാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഉറക്കപ്പ് വിളിക്കുന്നതൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഉറക്കപ്പ് വിളിക്കും. നമുക്ക് നാണക്കേടോ അങ്ങനെ തോന്നിയില്ല. പക്ഷേ കുറച്ച് വലുതായപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ എന്തിനാ അങ്ങനെ വിളിക്കണമെന്നൊരു തോന്നലൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അതിൽ കറ്റക്കറ്റ കയറിട്ടു, കയറാലഞ്ച് മടക്കിട്ടു, നെറ്റിപ്പട്ടം പൊട്ടിട്ടു, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പാട്ടുണ്ടായിരുന്നു. തുമ്പയുടെ തലപ്പത്ത് ആല് മുളയ്ക്കാന്ന് പറഞ്ഞ സാധനം അപ്പോൾ എല്ലാ നാട്ടിലും ഉള്ളതാണ്, ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ളതല്ല. ഈ ആല് എന്ന് പറഞ്ഞ സാധനം വേറൊരു മാന്ത്രിക പദ്ധതിയുടെ ഭാഗവുമാണ്. ഈ ആല് എന്ന് പറയുന്നത് തുമ്പി ആലൊക്കെ വേറൊരു സമ്പ്രദായത്തിൽ പെട്ടതാണ്. ഓണസമയത്ത് മാത്രം നമ്മൾ കണ്ടുവരുന്നതാണ് വടം വലിക്കുന്നത് അല്ലേ? അപ്പം അതിൻ്റെ പുറകെ വല്ല ശാസ്ത്രമോ അല്ലെങ്കിൽ തത്വമോ ഉണ്ടോ? അതെന്താ വിഷുവിന് വടം വലിച്ചാൽ? മഹാബലി ഇന്ദ്രനെ വയറ് കാട്ടി പേടിപ്പിച്ചിട്ടൊന്നല്ല ജയിച്ചത്. യുദ്ധത്തിൽ ജയിച്ച് ഇന്ദ്രനൊക്കെ തോറ്റോടിയുള്ള സമയങ്ങളൊക്കെ ഉണ്ട് മഹാബലിയുടെ കേസിൽ. കർക്കടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ, മാനം വലിച്ചെറിഞ്ഞല്ലോ എന്ന് പറഞ്ഞൊരു വരിയുണ്ട് ഓണത്തിൻ്റെ വരവേൽപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരു കൊല്ലം ഉത്രാട നിലാവ് കൃത്യമായിട്ട് നമ്മൾ മുറ്റത്തിറങ്ങി കണ്ടൊരാൾ ഉത്രാടം നമ്മൾ മൊബൈലിൽ റിമൈൻഡർ വെച്ചിട്ടാണെങ്കിലും കാണും. അത്രയ്ക്ക് മനോഹരമാണ് ഉത്രാട നിലാവ്. അത് എന്താണെന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. 10 പൊന്നോണം എന്ന് പറയണല്ലോ. എന്താണ് ഈ 10 എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ, നവരാത്രി എത്ര ദിവസമാണ്? 9. 10ാമത്തെ ദിവസമാണ് വിജയദശമി. അവിടെ ഈ 10 കയറി വരുന്നുണ്ട്. വിഷുവിനും 10ാമത് എന്ന് പറഞ്ഞൊരു സാധനം കയറി വരുന്നുണ്ട്. ഇനി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാന്ത്രിക പദ്ധതിയിൽ വരുന്നൊരു സാധനമാണ്, കേരളത്തിൻ്റെ അല്ല ഭാരതത്തിൻ്റെ മൊത്തം, ദശമഹാവിദ്യ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതും 10 വരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണവിശേഷങ്ങൾ തുടർന്നാലോ? തുടരാം. സർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ ഇനിയും നമുക്ക് ഓണത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ തത്വങ്ങളും അർത്ഥങ്ങളും ഇപ്പോഴും അറിയില്ല. അപ്പം അടുത്ത ചോദ്യത്തിന് മുമ്പേ ഓണം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടല്ലോ. മറ്റേ പുറത്ത് പോയ ആളായതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും. പുറത്ത് പോയിട്ട് നമ്മളൊരു ഓണസദ്യ കിട്ടിയാൽ പോലും നമുക്ക് ഇതെൻ്റെ വീട്ടിലിരുന്ന് ഊണ് കഴിച്ചിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഓണം നമ്മൾ വല്ലാതെ പിടിച്ച് വലിക്കുന്നൊരു സാധനമുണ്ട്. ഞാൻ ഗോവയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലീവ് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും മലയാളികൾക്ക് രോഷം വരുന്നൊരു സമയം ഓണത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു കഥയുണ്ട്. അന്ന് നമ്മുടെ ഗോവയിലിരുന്ന് വർത്താൻ പറയുമ്പോഴാണ് മുത്തശ്ശൻ പറഞ്ഞൊരു കഥ ഒരുത്തം പറഞ്ഞു. ഓണത്തിന് ലീവ് കിട്ടാത്ത വിഷമത്തിലിരുന്ന് വർത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞൊരു കഥയാണ്. രാത്രി ചില കുട്ടികൾ പിണങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാതെ കിടന്ന് ഉറങ്ങും. അപ്പോൾ അവരെ ഓണത്തിന് ഊണ് കഴിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. മഹാബലിയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. മഹാബലി മുത്തശ്ശൻ എല്ലാ വീട്ടിലും വന്നിട്ട് എല്ലാവരും നല്ല സുഖമായിട്ട് കഴിയുന്നില്ലേ, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഉണ്ണിക്കുമ്പയൊക്കെ തപ്പി നോക്കത്രേ. അപ്പോൾ ഉണ്ണിക്കുമ്പയിലെങ്ങാനും മാമു കണ്ടില്ലെങ്കിൽ മുത്തശ്ശന് വല്ലാത്ത വിഷമാവും. അയ്യോ, എൻ്റെ നാട്ടിലൊരു കുട്ടി പട്ടിണി കിടക്ക് എന്നാലോചിച്ചിട്ട് ഉമ്മർത്തിരുന്ന് കരയുന്നു. മോനിഷ്ടമാണോ മുത്തശ്ശൻ നമ്മുടെ ഉമ്മർത്തിരുന്ന് കരയണത്? അപ്പോൾ കുട്ടി കരച്ചിട്ട് അല്ല. അപ്പം എന്നാൽ മുത്തശ്ശനെ കരയിപ്പിക്കാതിരിക്കാൻ നമ്മളല്ലേ നോക്കേണ്ടത്? അതെ, മാമുണ്ണ നീ ചോദിച്ചിട്ട് ഊണയിക്കും. അങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളൊരു കഥ അന്നിങ്ങനെ ഗോവയിലിരുന്ന് പറഞ്ഞൊരു ഓർമ്മ പെട്ടെന്ന് വന്നു. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ തുടരാം. ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഓണത്തിൻ്റെ അവസരത്തിൽ വേറൊരു കേൾക്കുന്നത് പൂവിളി എന്നുള്ളൊരു പൂവിളി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പൂവട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പൂവട്ടി, പൂ പറിക്കുന്ന പൂവട്ടി, അത് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പൂവല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഓണത്തിന് മാത്രം ഉണ്ട്. അത് മുള കൊണ്ട് ഈറ്റ കൊണ്ടൊക്കെ നെയ്യുന്ന പൂക്കൊട്ടയാണെങ്കിൽ ഒരു കൊല്ലത്തൊക്കെ നിൽക്കുന്നത്. ആ സമയങ്ങളിലേക്ക് മാത്രം ഓല കൊണ്ട് നെയ്യുന്ന പൂവല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുത്തശ്ശന്മാർക്കൊക്കെ അറിയായിരുന്നു ഈ നെയ്ത്ത് പരിപാടിയൊക്കെ. അപ്പോൾ പൂവിളി അല്ലേ? അതെ, പൂവിളി എല്ലാ വീട്ടിൽ നിന്നും പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉറക്കപ്പ് വിളിക്കുന്നതൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഉറക്കപ്പ് വിളിക്കും. നമുക്ക് നാണക്കേടോ അങ്ങനെ തോന്നിയില്ല. പക്ഷേ കുറച്ച് വലുതായപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ എന്തിനാ അങ്ങനെ വിളിക്കണമെന്നൊരു തോന്നലൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അതിൽ കറ്റക്കറ്റ കയറിട്ടു, കയറാലഞ്ച് മടക്കിട്ടു, നെറ്റിപ്പട്ടം പൊട്ടിട്ടു, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പാട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ചു, തുമ്പ കൊണ്ട് 50 തോണി മുറിച്ചു, തോണിത്തലപ്പത്തൊരാല് മുളച്ചു, ആലിൻ്റെ പൊത്തിലൊരു ഉണ്ണി പിറന്നു, ഉണ്ണിക്ക് കൊട്ടാനും പാടാനും പറപ്പറക്കോലും തുടിതുടിക്കോലും ഉണ്ണിയുടെ കൂടെ പിറന്ന പൂവേ പൊലി പൂവേ പൊലി പൂവേ അങ്ങനെ പാട്ടുണ്ടായിരുന്നു. ഈ 2 പാട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എന്താണെങ്കിലും പൊലി നിറയട്ടെ, അത് ഐശ്വര്യം വന്ന് നിറയട്ടെ എന്ന് സൂചിപ്പിക്കുന്ന പാട്ടുകളായിരുന്നു ഓണത്തിൻ്റെ പൊലിപ്പാട്ടുകളെല്ലാം തന്നെ. തൊട്ടിപ്പുറത്ത് കൊയ്ത്തിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു സമയമാണ്. സമൃദ്ധിയുടെ തുടക്കം വീട്ടിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൂർണ്ണ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയത്ത് ഈ പൊലി വിളിക്കുന്നതിൻ്റെ ആയിരിക്കും. കലിയനെ വെച്ച് കർക്കിടകത്തിൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി ജ്യേഷ്ഠഭഗവതിയൊക്കെ ഒഴിവാക്കി ശ്രീ ഭഗവതി വിളിച്ചിരുത്തിയതിന് മുമ്പേ അതിനുശേഷം ഈ പറഞ്ഞ പോലെ പൊലിപ്പാട്ടോട് കൂടിയിട്ട് ഈ ഐശ്വര്യത്തിന് പൂർണ്ണമായിട്ടും വിളിക്കുന്ന സംഭവമായിരിക്കാം.
മുല്ലനേഴി മാഷ് എഴുതിയിട്ടുള്ളൊരു പാട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ തുമ്പയുടെ ഏറ്റവും തലപ്പത്ത് ഒരു ആല് മുളച്ചൊരു വരി പറയുന്നുണ്ട്. അതിൽ എൻ്റെ വരി കിട്ടണില്ല. അത് നല്ല രസമുള്ള സാധനമാണ്. ചിലപ്പോൾ ഈ തുമ്പയുടെ തലപ്പത്ത് ആല് മുളയ്ക്കാന്ന് പറഞ്ഞ സാധനം അപ്പോൾ എല്ലാ നാട്ടിലും ഉള്ളതാണ്, ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ളതല്ല. ഈ ആല് എന്ന് പറഞ്ഞ സാധനം വേറൊരു മാന്ത്രിക പദ്ധതിയുടെ ഭാഗവുമാണ്. ഈ ആല് എന്ന് പറയുന്നത് തുമ്പി ആലൊക്കെ വേറൊരു സമ്പ്രദായത്തിൽ പെട്ടതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. അപ്പോൾ ഓണസമയത്ത് മാത്രം നമ്മൾ കണ്ടുവരുന്നതാണ് വടം വലിക്കുന്നത് അല്ലേ? അപ്പം അതിൻ്റെ പുറകെ വല്ല ശാസ്ത്രമോ അല്ലെങ്കിൽ തത്വമോ ഉണ്ടോ? അതെന്താ വിഷുവിന് വടം വലിച്ചാൽ? അതാണ് ചോദിക്കാൻ കാരണം. ദീപാവലിക്ക് ഹോളിക്കൊക്കെ വടം വലിച്ചാൽ എന്താ? ഈ ചോദ്യമാണല്ലോ നമ്മൾ ചോദിക്കേണ്ടത്. ഓണത്തിന് വടംവലി നിർബന്ധമാണ്. ഈ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ കാണുന്നത് വടംവലി. നമ്മൾക്ക് പുരാണത്തിലൊരു വടംവലി ഓർമ്മയുണ്ട്. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വടംവലി നടന്നായിട്ട്? അമൃത് കടയിൽ അസുരന്മാരൊരു ഭാഗത്തും ദേവന്മാരൊരു ഭാഗത്തും നിന്ന് മന്ധരപർവ്വതനെ കടകോലാക്കി വാസുകിയെ കയറാക്കി വലിച്ച് അമൃത് നേടിയ ഒരു സമയമാണ്. ആ സമയം കൊണ്ടാണ് പ്രപഞ്ചത്തിൽ ചന്ദ്രനുണ്ടായത്, ലക്ഷ്മി ഉണ്ടായത്, പാരിജാതം ഉണ്ടായത് പറഞ്ഞ് സകലമാന സാധനങ്ങൾ കാളകൂടം തൊട്ടുള്ള മോശം സാധനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും അവിടെ ഒരു ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന് നല്ലതിന് വേണ്ടി നിന്നിട്ടുള്ളൊരു സമയമാണത്. ഇവിടെയും അസുരൻ മഹാബലി നല്ലവനാണ്. ദേവൻ ഇന്ദ്രൻ നിവൃത്തികേട് കൊണ്ട് വിഷ്ണുവിനെ സമീപിച്ച് വിഷ്ണു വന്നിട്ട് ഒരു കോംപ്രമൈസ് നടത്തിയിട്ടുള്ള സമയമാണ്. കോംപ്രമൈസിൽ നടന്നിട്ടുള്ള ഒരു ദേവാസുര യോഗമുണ്ടല്ലോ അവിടെ, അതവിടെ നടക്കുന്നുണ്ട്, ഈ ഓണത്തിന് നടക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിലെ ദേവനും അസുരനും തുല്യമായി നിന്ന് കഴിഞ്ഞാൽ ചക്രവർത്തി വധമാണ് അസുരനാണെങ്കിലും. അത് മഹാബലി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പാലാഴി മഥനത്തിൻ്റെ സമയത്തെ വടംവലി പോലെ തന്നെ ഇവിടെയും ദേവാസുരന്മാർ തുല്യമായി വരുന്നൊരു സമയത്ത് അസുരന്മാർക്കും ഇത്രയും വലിയ പദവിയിലേക്ക് ഉയരാൻ കഴിയും എന്ന് കാണിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടായിരിക്കാം വടംവലി ഓണത്തിന് മാത്രം വന്നത്. അപ്പോൾ പറയും സിംഗപ്പൂർ നടക്കുന്നില്ലേ, മറ്റേ യൂറോപ്പിൽ നടക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്രകാരന്മാർ വരും. അവിടെ അതുപോലെ എന്തെങ്കിലും കഥ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നതാണ് നമ്മുടെ ലോജിക്കിൽ എന്തുകൊണ്ട് വിഷുവിന് വടം വലിയില്ല? വടം നമ്മുടെ നാട്ടിൽ കിട്ടാണ്ട് വലിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ട് വലിച്ചുകൂടാ? ഓണത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ദേവാസുര ഒരു മത്സരം പോലെ തന്നെയാണ് അതിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. സർ കുറച്ച് മുൻപ് പറഞ്ഞു ഓണമൂട്ടൽ, ഓണപ്പൊട്ടൻ, അതുമാതിരി ഓണത്തല്ല്, ഓണവില്ല്, അതുപോലെ തന്നെയാണ് കൈകൊട്ടുക്കളി, തിരുവാതിരക്കളി, പുലിക്കളി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓണത്തിൻ്റെ സമയത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും ഇതൊക്കെ എന്താണ് ശരിക്കും? പുലിക്കളി ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയെടുത്ത പൂരമാണ്. ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും വിട്ടുപോയിട്ട് തെറ്റിപ്പോയിട്ട് അല്ലെങ്കിൽ അവരുമായി പടങ്ങിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്തുള്ള പൂരമാണ് ശക്തൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അന്ന് അതിനെ കുറച്ചും കൂടി കളർഫുള്ളാക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നതാണ് പുലിക്കളി എന്ന് കേൾക്കുന്നുണ്ട്. നമുക്കത് 100% പറയാൻ പറ്റില്ല. കാരണം അതിനൊരു അത്ര വലിയ പ്രാചീനത ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. പണ്ട് പുലിക്കളിയിൽ വയറുണ്ടായിരുന്നില്ല, അത് ശരിക്കും വേറൊരു രൂപമായിരുന്നു. പിന്നെ ഇത് വയറൊക്കെ കയറി വന്ന് ഈ അടുത്ത കാലത്താണ്. വയറന്മാർ പുലികളാവുന്നത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതാണ്. ഈ മഹാബലി വയറ് വന്ന പോലെ തന്നെ മറ്റേ മഹാബലി ഇന്ദ്രനെ വയറ് കാട്ടി പേടിപ്പിച്ചിട്ടൊന്നല്ല ജയിച്ചത്. യുദ്ധത്തിൽ ജയിച്ച് ഇന്ദ്രനൊക്കെ തോറ്റോടിയുള്ള സമയങ്ങളൊക്കെ ഉണ്ട് മഹാബലിയുടെ കേസിൽ. അപ്പോൾ പുലിക്കളി അങ്ങനെ. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. പിന്നെയുള്ളത് കുമ്മാട്ടിക്കളിയുണ്ട്. ഇവിടെ പുലികളി നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കുറച്ച് അപ്പുറത്തൊക്കെ കുമ്മാട്ടിക്കളി നടക്കുന്നത്. ആ കുമ്മാട്ടിയെക്കുറിച്ച് പറയുന്നത് മഹാബലി ശിവൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു, ഭക്തനായിരുന്നു. അപ്പോൾ മഹാബലി ഓണത്തിന് വരുന്ന സമയത്ത് ശിവനും പാർവതിയും ഭൂതഗണങ്ങളോട് സ്വീകരിക്കാൻ പറഞ്ഞത്. വടക്കുന്നാഥൻ്റെ ഭൂതഗണങ്ങൾ കേട്ടോ, അങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. സ്വീകരിക്കാൻ പറഞ്ഞ സമയത്ത് അവർ സ്വീകരിക്കാൻ പോയിട്ട് ഇദ്ദേഹത്തിനെ കണ്ട സന്തോഷത്തിൽ ഒരു നൃത്തം ചെയ്തു എന്നാണ്. ആ ഭൂതഗണങ്ങൾ നൃത്തം ചെയ്ത് കണ്ടപ്പോൾ അത് ശിവനും പാർവതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഓണത്തിന് ഇതൊരു കലാരൂപമായിട്ട് അങ്ങോട്ട് തുടരാം, വീടുകളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് നൃത്തം ചെയ്യാമെന്നുണ്ട്. അങ്ങനെയാണ് കുമ്മാട്ടി ഉണ്ടായത്. ഭൂതഗണങ്ങൾ മഹാബലിയെ സ്വീകരിക്കാൻ വേണ്ടി ആ സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് കുമ്മാട്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ വടക്കൻ മലബാർ ഭാഗത്തുള്ള തെയ്യങ്ങളാണ്. അതിലൊന്ന് ഓണപ്പൊട്ടൻ എന്നല്ലേ പറഞ്ഞത്. ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത് സംസാരിക്കില്ല, ആ തെയ്യം സംസാരിക്കില്ല. അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന് പേര് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് മലയ വിഭാഗമാണോ അത് കെട്ടുന്നത് സംശയമുണ്ട്. ചടുല കാല് നിലത്ത് വയ്ക്കില്ല. ഓണപ്പൊട്ടൻ്റെ പ്രധാന പ്രത്യേകത കാല് നിലത്ത് വയ്ക്കില്ല. എപ്പോഴും ഒന്നുകിൽ നൃത്തം ചെയ്ത് അല്ലെങ്കിൽ കാലിങ്ങനെ മാറ്റി മാറ്റി വെച്ച് നടക്കുന്നത്. ഇപ്പോൾ സംസാരിക്കാത്തതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്നുള്ള പേര്. പിന്നുള്ളത് ഓണത്താർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്. അത് മാവേലിയെ തന്നെയാണ് അവരുടെ മാവേലിയുടെ അവതാരങ്ങളൊക്കെ വാഴ്ത്തിക്കൊണ്ട് വീടുകളിലൂടെ ചെല്ലുന്ന ഒരു തെയ്യം തന്നെയാണ്. കുട്ടികളാണ് തെയ്യം കേട്ടത്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഞാൻ അതിൻ്റെ ആളല്ല. കാരണം കണ്ണൂർ ഭാഗത്ത് എനിക്ക് അത്ര വലിയ ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മലയരാണെങ്കിൽ അത് വണ്ണാന വിഭാഗമായിരിക്കാനാണ് സാധ്യത. ആൺകുട്ടികളാണ് ഓണത്താറ് കിട്ടുക.
ഒരു പാട്ടുണ്ട് കൈതപ്രത്തിൻ്റെ വരവേൽപ്പ് സിനിമയിൽ വെള്ളാരപ്പൂമലമേൽ അതിൽ ഓണത്താറാടി വരുന്നതെന്ന് പറഞ്ഞിട്ട് വരിയുണ്ട്. അത് ഈ കൈതപ്ര ആ ഭാഗമാണല്ലോ. അപ്പോൾ അത് ഈ ഓണത്താറിനെ കുറിച്ചാണ് പറയുന്നത്, ഓണപ്പൊട്ടൻ. പിന്നെ കോട്ടയം ഭാഗത്തൊരു വേല വിഭാഗക്കാരുടെ വേലം കളിയെന്നോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് വേലനും വേലത്തിയും 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയും ഇവർ 3 പേരുകൊണ്ട് ചേർന്ന് എല്ലാ വീടുകളിലും പോകുന്ന ഒരു കളിയാണ്. അത് ഓണക്കളിയെന്നും വേലം കളിയെന്നും പേരുണ്ട്. അങ്ങനെ ഒരു സംഭവം കണ്ട്. ഇതൊക്കെ ഓണവുമായി മാത്രം ബന്ധപ്പെട്ട് വരുന്ന കലാരൂപങ്ങളാണ്. പിന്നെ ഓണത്തല്ല് നമ്മൾ പറഞ്ഞു, വടംവലി പറഞ്ഞു. ഓണവില്ല് എന്ന് പറയുന്നത് ഓണവില്ല് അത് ശരിക്കും ഒരു വില്ലല്ല, അതൊരു രൂപം മാത്രമാണ്. അത് മറ്റേ ക്ഷേത്രത്തിലൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ തിരുവോണ വഞ്ചി എന്ന് പറഞ്ഞ സംഭവം ആറന്മുളയിലുണ്ട്. അതായത് പണ്ടൊരു ഭട്ടതിരിപ്പാട് ബ്രാഹ്മണരെ കാൽ കഴുകിച്ചൂട്ട് നടത്തി സദ്യ കൊടുക്കുമായിരുന്നു തിരുവോണത്തിന്. അപ്പോൾ ഒരു തിരുവോണത്തിന് ഒരാളും വന്നില്ല അദ്ദേഹത്തിനടുത്ത്. അദ്ദേഹത്തിന് സങ്കടമായി, ഞാൻ ചെയ്യുന്ന ഇത്രയും മോശമായ ഒരു കാര്യമായോ, ആർക്കും വേണ്ടേ എന്ന് തോന്നിയിട്ട് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഞാനും ഈ തിരുവോണത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, ഉപവാസമാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ ബാലൻ വന്ന് സ്വീകരിച്ചു എന്നാണ്. കാൽ കഴുകി ഭക്ഷണം കൊടുത്തു, സ്വീകരിച്ചു, സന്തോഷമായിട്ട് പോയി. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു. രാത്രി സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ ഓണത്തിന് പട്ടിണി ഇരിക്കരുത്, അങ്ങ് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആറന്മുള ക്ഷേത്രത്തിലേക്ക് കൊടുത്തു വിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണനായിരുന്നു ബ്രാഹ്മണ വേഷത്തിൽ വന്നിരിക്കുന്നതെന്നർത്ഥം, ആറന്മുളപ്പൻ. അങ്ങനെ ഇദ്ദേഹം തോണിയിൽ ഓണത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തുന്നൊരു ചടങ്ങ് തുടങ്ങി. ആ തോണിക്ക് തിരുവോണത്തോണി എന്ന് പേരുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഓണത്തിനെ പറ്റി ഓണച്ചന്ത, ഓണക്കിറ്റ്, അങ്ങനെ ഒരുപാട് ഓണച്ചന്ത, ഓണത്തിന് സ്വാഭാവികമായിട്ട് എല്ലാ സാധനങ്ങളും പച്ചക്കറികളൊക്കെ വരുന്ന മറ്റേ സദ്യക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഓടുന്നത് ഓണത്തിന് കേമാക്കാൻ വേണ്ടി ഓടുന്നതിന് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയും. ഉത്രാടത്തിൻ്റെ ദിവസം എല്ലാവരും ഓട്ടത്തിലായിരിക്കും എന്ന് പറയും ഉത്രാടപ്പാച്ചിൽ. അതുപോലെ ഉത്രാട നിലാവെന്നും കൂടെ കേട്ടിട്ടുണ്ട്. അതിൽ വേറൊരു സാധനമാണ് പറയാം. അതിന് മുമ്പ് ഈ ഓണപ്പതിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓണ സമയത്ത് ഇറക്കുന്ന എല്ലാ വാരികളും ഓണപ്പതിപ്പ് പ്രത്യേകമായിട്ട് ഇറക്കാറുണ്ട്. അന്ന് ഇവിടെയുള്ള എല്ലാ സാഹിത്യകാരന്മാരുടെയും കൃതികളുണ്ടാവും. അത് ഇന്നും സജീവമാണ്. പിന്നെ ഓണപരീക്ഷ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. ഇന്നിപ്പോൾ പാദവാർഷിക പരീക്ഷ, അർദ്ധവാർഷിക പരീക്ഷ എന്നൊക്കെ പേര് മാറിയിട്ടുണ്ട്. ക്വാർട്ടർലി എക്സാം, ഹാഫ് ഇയർലി എക്സാം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ പണ്ട് അതിന് ഓണപരീക്ഷ തന്നെ പറയാം. ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, കൊല്ലപ്പരീക്ഷ, അങ്ങനെയാണ് പേരുണ്ടായിരുന്നത്. അപ്പോൾ ഓണപരീക്ഷയുണ്ട്. പിന്നെ ഓണത്തിൻ്റെ ഓണക്കാഴ്ച, പിന്നെ ഓണമുറ്റം, ഓണഭംഗി എന്നൊക്കെ പറയും. അത് എന്തതാകെ ഓണഭംഗിയിലാണല്ലോ എന്നൊക്കെ പറയും. അതൊക്കെ ഒരു മൊത്തത്തിലൊരു ഭംഗിയാണ്. അത് മുറ്റമൊക്കെ ചാണകം മെഴുകി എല്ലാം നല്ല വൃത്തിക്ക് നിൽക്കുന്നത്. പ്രകൃതിയും അങ്ങനെ തന്നെയാണല്ലോ. കർക്കിടക മാസത്തിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ആ മഴക്കാറിൻ്റെ ഒരു ഇരുള് മാറിയിട്ട് പിന്നെ വെളിച്ചം വരുന്ന സമയമാണ് ചിങ്ങം. അതുകൊണ്ട് ഒരു പാട്ടുണ്ട്, പണ്ട് തരംഗിണിയാണ് HMV ഇറക്കിയിട്ടുള്ള കാസറ്റ്. അതുകൊണ്ട് അതിൽ കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ, മാനം വലിച്ചെറിഞ്ഞല്ലോ എന്ന് പറഞ്ഞൊരു വരിയുണ്ട് ഓണത്തിൻ്റെ വരവേൽപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ഒരു ആഘോഷത്തിൻ്റെ സമയം തന്നെയാണ്. ഇപ്പോൾ ഈ ഓണപ്പാട്ടുകളെക്കുറിച്ച് സാർ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഓണപ്പാട്ടുകൾ എപ്പോഴും ഒരു സങ്കടപരമായിട്ടുള്ള പാട്ടുകളായിരിക്കും. അതിന് വല്ല കാരണമുണ്ടോ? സ്വാഭാവികമായിട്ടും കാരണം ഉണ്ടാവില്ല. കാരണം നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ കേൾക്കാൻ സീരിയൽ നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞൊരു സാധനം പറയാൻ പാടില്ലാത്ത എന്നാലും പറയാം. ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു വരുന്നു, ഭർത്താവ് ഭാര്യ വിഷം കൊടുത്തു വരുന്നു, എൻ്റെ മകൻ നിൻ്റെ മകൻ, ഇതിന് രണ്ടിനും വിഷം കൊടുത്തു വല്ല വേണ്ടി 2 അമ്മായിയമ്മമാർ അപ്പുറത്ത് മത്സരിക്കുന്നു. ഇതിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെന്നാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല, എന്നാൽ പിന്നെ ഇത് കണ്ടിട്ടെങ്കിലും കൈയടിക്കാം. സുരേഷ് ഗോപിയുടെയൊക്കെ പടം കാണുമ്പോൾ നമ്മൾ കൈയടിക്കുന്നത് വെച്ചാൽ നമുക്ക് പോലീസുകാരനെ തല്ലാനും തൽക്കാലം പറ്റില്ല, എന്നാൽ അദ്ദേഹം തല്ലിയ കൈയടിക്കുക എന്നുള്ള ഒരു ലോജിക്ക് ഉണ്ടല്ലോ. അതുപോലെ ഈ സങ്കടമുള്ള പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഇറങ്ങുള്ളൂ മാർക്കറ്റിൽ. അപ്പോൾ എന്താണ് സങ്കടം? നമ്മൾ അതിൻ്റെ ചരിത്രം നോക്കി പോവുകയാണെങ്കിൽ എന്താണ് സങ്കടം? കാരണം സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം എന്ന് പറയുമ്പോൾ എന്താ പത്രത്തിലല്ലേ സങ്കടം അവിടെ എന്നുള്ളൊരു ചോദ്യം വരണ്ടേ? എനിക്ക് തോന്നുന്നു തരംഗിണി രഞ്ജിനിയൊക്കെ ഇറക്കിയിട്ടുള്ള ഒരുപാട് കാസറ്റുകൾ അവസാന സമയം വരെ നല്ല. എനിക്കാണ് ഇപ്പോൾ അടുത്ത് വിദ്യാരമാഷൊരു പാട്ടുണ്ട്, ഓണമാണ് വീണ്ടും ഓണമാണ്, തീരുമായുസ് എന്ന തോന്നലാണ്, ദൂരത്തു നിന്നോടിയെത്തും മക്കളെ കാണുമ്പോൾ ഉള്ളിൽ എന്നെ കൊണ്ടൊരു പരിചയം ഗംഭീരമാണ്. വിദ്യാരമാഷ ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് കരച്ചിൽ വരും. അത്രയ്ക്ക് അദ്ദേഹം ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ആ പാട്ടുകൂടി പാടുമ്പോണ്ടാകുന്ന അപ്പോൾ ഇപ്പോഴും സങ്കടം എവിടേക്കോ കിടക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ പറഞ്ഞല്ലേ ഓണമാണ് വീണ്ടും ഓണമാണ്, വേണമായുസ്സെന്ന തോന്നലാണ്, ദൂരത്തു നിന്നോടി എത്തും എന്ന മക്കളെ കാണുമ്പോൾ ഉള്ളിൽ എന്നാണ് പറയണത്. അപ്പോൾ ആ മക്കൾ വരാത്തതുകൊണ്ടാണല്ലോ ആ സങ്കടം. അപ്പോൾ മക്കളൊക്കെ എവിടേക്കൊക്കെയോ പോയി നമ്മൾ ഈ സദ്യ ഒരുക്കി കാത്തിരിക്കുന്നു, മക്കൾ വരുന്നില്ല എന്ന് പറഞ്ഞ അച്ഛനമ്മമാരുടെ വൃദ്ധസദനത്തിലാക്കിയിട്ട് വിദേശത്തേക്ക് പോയിട്ടുള്ള അച്ഛനമ്മമാർ ഓണായി ടി വിയിലൊക്കെ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, പക്ഷേ മക്കൾ വന്നില്ല, വിളിച്ചില്ല എന്നുള്ള സങ്കടം അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഈ കാസറ്റുകൾ ഇറങ്ങിയ കാലത്തെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ജോലി അന്വേഷിച്ച് ഭാരതത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോയി അവിടുത്തെ അടിമപ്പണിയും ചെയ്ത് ജീവിക്കുന്നൊരു കാലമാണ്. അപ്പോൾ
ദൂരെയാണ് കേരളം പോയി വരാമോ എന്ന് പറഞ്ഞിട്ട് സന്ദേശകാവ്യം പോലെയൊക്കെ യേശുദാസ് പാടിയ പാട്ടുണ്ട്. പിന്നെ ഓണം നിലാവല പോലെ സങ്കടപ്പാട്ടാണത്. തോണിക്കാരനും അവൻ്റെ പാട്ടും പോയി മറഞ്ഞു എന്നുള്ളത് രവീന്ദ്രൻ ചെയ്തിട്ടുള്ള ശൈമാനൻ നമ്പി എഴുതിയിരുന്നുകൊണ്ട് വിചിത്രമല്ല അങ്ങനെ ആരുമാണ് സങ്കടപ്പാട്ടാണ്. അങ്ങനെ ഒരുപാട് സങ്കടപ്പാട്ടുകൾ. ഇതൊക്കെ ഹിറ്റാവാൻ കാരണം എന്ന് വെച്ചാൽ ഈ കാസറ്റിൻ്റെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഗൾഫായിരുന്നു. അത് നൊസ്റ്റാൾജിയാണോ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലേക്ക് വരാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരെ അവിടെ ഭർത്താവ് ഇവിടെ ഭാര്യ ഇവർ രണ്ടുപേരുടെയും കരച്ചിലിനെ കച്ചവടമാക്കിയതും അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ കച്ചവടം. വെറുതെ പോയിട്ട് കാസറ്റ് വാങ്ങില്ലോ. ഇത് എന്നെക്കുറിച്ചാണ് പാടുന്നതെന്ന് തോന്നുന്നതുകൊണ്ടാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ അവർ ഗൾഫിലുള്ളവരല്ലേ കാശുള്ളൂ. അപ്പോൾ അവരാണ് ഈ കാസറ്റ് വാങ്ങുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ചെയ്തേ തീരൂ എന്നുള്ള കാരണം കൊണ്ട് അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിരഹം വളരെ പ്രധാനമായിരുന്നു കേരള സമൂഹത്തിൽ. കാരണം ഒന്ന് ഫോൺ വിളിക്കണമെങ്കിൽ വഴിയില്ല. വെള്ളിയാഴ്ച കുറച്ച് നേരം ഫോൺ വിളിക്കുക, ട്രങ്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്പാദിച്ചു കൂടെ അതിൽ പോകുന്നുള്ളതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ വിളിച്ച് കിട്ടിയാൽ തന്നെ ഭാര്യ ഒന്നും പറയില്ല, അടുത്ത വീട്ടിലാണ് ഫോണ്, അവർ കേൾക്കച്ചില്ല, കരയാൻ പറ്റില്ല. അപ്പോൾ ഭാര്യ വെറുതെ മൂളി ഇങ്ങനെ കേൾക്കും. ചുരുക്കത്തിൽ അവരുടെ ഇടയിലെ സ്നേഹം വെറുതെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കടത്തിൽ വന്നതാണ്. പൂക്കളം കാണുന്ന പൂമുഖം പോലെ നീ പൂമുഖത്തിണ്ടയിൽ നിന്നു, പൂക്കളം തീർക്കുന്ന എന്നല്ലേ, ഉണ്ണിക്കരങ്ങളാൽ പൂക്കളം തീർക്കുന്ന ഒരു ഉണ്ണിയെ ഞാൻ ഇന്ന് കണ്ടു. എല്ലാം സങ്കടപ്പാട്ടുകളായിരുന്നു അന്നത്തെ. എന്നാൽ ഗംഭീരമായിട്ടുള്ള ഉത്സവഗാനങ്ങൾ മൂടുള്ള പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞത് ലളിതഗാനം ആ മൂഡിൽ അല്ലെങ്കിൽ ഉത്സവഗാനം എന്നുള്ളതാണ്. സിനിമയിൽ മലയാളി എന്ന് പറഞ്ഞാൽ എപ്പോഴും അമിതമായിട്ട് ആഘോഷങ്ങൾ, ഇപ്പോൾ കാണുന്ന ഡാൻസും ബഹളങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തമിഴിൻ്റെ സിനിമയിൽ ഡാൻസ് വന്നപ്പോൾ മലയാളത്തിലെ സിനിമയിൽ ഡാൻസ് ഉണ്ട്. എനിക്കൊന്ന് കുഞ്ചാക്കോ ബോബനൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് 2 സ്റ്റെപ്പ് വെച്ച്, അല്ലെങ്കിൽ റഹ്മാൻ. അവിടെ നിങ്ങളാണ് നമുക്ക് ഡാൻസ് കുറേശ്ശെ വഴങ്ങി തുടങ്ങുന്നത്. പക്ഷേ തമിഴൻ മരണത്തിൽ വരെ നൃത്തം ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ താളബോധം ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ശാന്തം, നമുക്ക് നല്ല സന്തോഷം വന്നാലും നമ്മളിങ്ങനെ ഒരു ഇളം ചിരി മുഖത്തുണ്ടാവുന്നല്ലാണ്ട് വലിയ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോകില്ല. അതിന് ഏറ്റവും സാമ്പിളായിട്ടുള്ള ഒരു പാട്ടാണ് തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി എന്നൊരു പാട്ടുണ്ട്. ശ്രീമാൻ തമ്പി എഴുതിയിട്ട് MK അർജുന മാഷ് മ്യൂസിക് ചെയ്തിട്ടുള്ള വാണിജ്യരം പാട്ടിൽ ഗംഭീര പാട്ടാണ്. അത് വളരെ ശാന്തമാണ്. അതായത് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ്, പ്രകൃതിയും ഒരുങ്ങിക്കഴിഞ്ഞു, വീട് ഒരുങ്ങിക്കഴിഞ്ഞു, ഭക്ഷണം എല്ലാം റെഡിയായി കഴിഞ്ഞു, അവിടുത്തെ കാഴ്ചകളെല്ലാം വർണ്ണിക്കുന്ന ഒരു അമ്മയുടെ മനസ്സുള്ള പാട്ടാണ്. അതാണ് ശരിക്കും തിരുവോണം എന്ന് പറയുന്നത്. എന്നാൽ പുറത്തുനിന്ന് നമുക്ക് ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാണ് തിരുവോണത്തിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം സലിൽ ചൗധരി ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. നല്ല വേറെ രസം. കാരണം സലിൽ ചൗധരിയോട് ഇവിടെ വന്നിട്ട് എന്താ പാട്ട്, ഇത് ഓണം. ഓണം എന്ന് പറഞ്ഞാൽ എന്താ, കേരളത്തിൻ്റെ ആഘോഷമാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പട്ടംവല്ലി ഇത് തുമ്പിത്തുള്ള മൊത്തത്തിലൊരു ആഘോഷമാണ്, സമൃദ്ധിയുടെ ഉത്സവമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കയറ്റി വയ്ക്കുന്നൊരു എനർജി ഉണ്ട് പാട്ട്. അദ്ദേഹമാണ് ഓണപ്പൂവേ എന്നുള്ള പാട്ട്. ഓണപ്പൂവേ പൂവേ മറ്റേ പിന്നെ എന്താ ശ്രാവണം വന്നു, പിന്നെ കുറച്ചൊരു പതിഞ്ഞ പാട്ടാണ്. ശ്രാവണം വന്നു നിന്നെ തേടി എന്നുള്ള പതിഞ്ഞ പാട്ടാണ്. അങ്ങനെ പൂവിളി പൊന്നോണമായി, ഇതൊക്കെ ഹൈ പിച്ചിലുള്ള, ശരിക്കും അങ്ങനെ ആയിരിക്കണം ഓണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ തിരുവോണപ്പുലരി എന്നുള്ളതിനെ ശാന്തമായിരിക്കണം. അപ്പോൾ പാട്ടുകൾ മൂഡനുസരിച്ച് നമ്മളെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്ന മ്യൂസിക് ഡയറക്ടറിനനുസരിച്ച് പാട്ടുകൾ മാറാം. നമ്മൾ അനുഭവിച്ച ഭാവം എന്താണെന്നനുസരിച്ച് ചെയ്യുന്ന ആൾക്കത് മാറാം. അങ്ങനെയൊക്കെ മാറ്റം വരും. സങ്കടങ്ങൾ വരാൻ കാരണം ഈ പറഞ്ഞ പോലെ വിരഹം തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. കത്തുപാട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്. ഞാൻ ഇവിടുന്ന് കത്തെഴുതുന്ന പോലെ പാട്ട്, അതിന് മറുപടി അവിടുന്ന് വരുന്ന പോലെ പാട്ടുകൾ. കത്തുപാട്ടുകൾ എന്നുകൊണ്ട് ഒരു കാസറ്റ് ഫുള്ള് ഭാര്യ ഭർത്താവിന് അയക്കുന്ന പാട്ടാണ്. തിരിച്ച് അടുത്ത കാസറ്റ് ഭർത്താവ് ഭാര്യയ്ക്ക് മറുപടി കൊടുക്കുന്ന പാട്ടായിട്ട്. അങ്ങനെ കത്തുപാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിരഹം തന്നെയാണ് സാർ വിരഹത്തിന് ബേസ് ചെയ്തിട്ടാണ് എല്ലാം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അപ്ലൈ പറഞ്ഞു നിർത്തിയ പോലെ ഉത്രാട പാച്ചിലിനെ പറ്റി പറഞ്ഞു. അതൊരു ഉത്രാട നിലാവ് സാർ പറയാമെന്ന് പറഞ്ഞു. ഉത്രാട നിലാവിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലക്കാലത്തെ ഇപ്പോൾ സൂപ്പർ മൂൺ എന്നൊക്കെ പറയുന്നൊരു നിലാവുണ്ട്. അത് ചന്ദ്രന് നല്ല വലുപ്പം, എനിക്ക് 15% വെളിച്ചം കൂടും ചന്ദ്രന്. അങ്ങനത്തെ സമയമുണ്ട്. അത് ഈ പെരിജി അപ്പോജി എന്നൊക്കെ പറയുന്ന മറ്റേ ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന പെരിജി, ഏറ്റവും അകന്ന് വരുന്ന അപ്പോജി എന്നൊക്കെ പറയുന്ന സമയമുണ്ട്. അതിൽ ഈ പെരിജി എന്ന് പറയുന്ന സാധനം പൗർണമിയുടെ ഒക്കെ അടുത്തായിട്ട് വരുന്ന സമയമാണെങ്കിൽ നല്ല തെളിച്ചുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഈ പെരിജിയും ഉത്രാടവും തമ്മിൽ ഒരേ ദിവസം വരുന്ന ഒരു സമയത്ത് ഇക്കൊല്ലം നടന്നാൽ അടുത്ത കൊല്ലം അത് നടന്നോളുന്നില്ല, അതിൻ്റെ അടുത്ത കൊല്ലം വീണ്ടും നടക്കും. അതിൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ്. അപ്പോൾ ഒരു കൊല്ലം ഉത്രാട നിലാവ് കൃത്യമായിട്ട് നമ്മൾ മുറ്റത്തിറങ്ങി കണ്ടൊരാൾ ഉത്രാടം നമ്മൾ മൊബൈലിൽ റിമൈൻഡർ വെച്ചിട്ടാണെങ്കിലും കാണും. അത്രയ്ക്ക് മനോഹരമാണ് ഉത്രാട നിലാവ്. അത് എന്താണെന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഉത്രാട നിലാവ് അനുഭവിക്കാനേ പറ്റുള്ളൂ. തിരുവോണത്തിനല്ല ഭംഗി കൂടുതൽ നിലാവിന് ഉത്രാടത്തിനാണ്. അത് പറഞ്ഞ പോലെ കേൾക്കുന്നവർ ഉത്രാടത്തിൻ്റെ നിലാവ് ഒന്ന് കണ്ടു നോക്കുക എന്നേ പറയുള്ളൂ. അല്ലേ, ഒരു പാട്ടുണ്ടല്ലോ, ഉത്രാട പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനയിൽ ഇത്തിരി തേൻ ചുരത്താൻ വാ എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓണം എന്നുള്ള ഒരു വാക്ക് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അത് തിരുവോണം അങ്ങനെ പറയാനുള്ള വല്ല കാരണമുണ്ടോ?
തിരു എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു നാളിലും 3 നാളെ ഉണ്ടാവാൻ വഴിയുള്ളതുകൊണ്ട് തിരുവോണം, തിരുവാതിര, തൃക്കേട്ട. അത് ഏതെങ്കിലും ദേവതകളുടെ ജന്മം കൊണ്ട നാളായിട്ടാണത് വരാറ്. ഉദാഹരണത്തിന് തിരുവാതിര എന്ന് പറയുന്നത് ശിവനും പാർവതിയും യോജിച്ച ദിവസമാണ്. കാമനെ വീണ്ടും ജീവിപ്പിച്ച ദിവസമാണ്. കാമനെ ദഹിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ കാമനെ രതീദേവിക്ക് തിരിച്ച് കിട്ടിയ ദിവസമാണ്. ശിവനും പാർവതിയും യോജിച്ച ദിവസമാണ്. അതാണ് തിരു ആതിര. തൃക്കേട്ട പറഞ്ഞ ജ്യേഷ്ഠ ഭഗവതിയുമായി ബന്ധപ്പെട്ടതാണ് തിരുക്കേട്ട. അത് ജ്യേഷ്ഠ ഭഗവതി തന്നെയാണല്ലോ. തിരുവോണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ നാളാണ്. തിരുവോണത്തിൻ്റെ അധിപൻ അല്ലെങ്കിൽ ദേവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. അപ്പോൾ അതാണ് തിരു ചേർക്കാൻ കാരണം. പിന്നെ ഓണം എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിലാണ് ഓണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സാവനം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് ഓണം വന്നതാവാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് ശ്രാവണം ഓണമായിട്ട് മാറിയിട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഭാഷ വന്നതെങ്കിൽ, ഇവിടെ നിന്നും അങ്ങോട്ടാണ് ഭാഷ പോയതെങ്കിൽ, അങ്ങനെയൊരു പഠനമുണ്ട്. അപ്പോൾ ഓണത്തിൽ നിന്നാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓണത്തിൽ ശ്രീ ചേർത്ത് ശ്രീ ഓണം ശ്രാവണമായതാണ്. അതുകൊണ്ട് ഇതിലേതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. 2 പഠനങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും ഓണത്തിൻ്റെ മുൻപായിട്ട് ചടങ്ങുകളോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് വല്ല ഉത്സവങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മൾ ആദ്യം എനിക്ക് തോന്നുന്നത് ചേര രാജ്യത്തെ ഉത്സവങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് കർക്കിടകത്തിൽ തന്നെ ഓണം ആഘോഷം തുടങ്ങുന്നുണ്ട്. പണ്ടൊക്കെ വീട്ടിൽ തിരുവോണത്തിന് പൂവിടൽ നിർത്താൻ പറയും അമ്മ. നിർത്തിയില്ലെങ്കിൽ പിന്നെ ഇന്ന ദിവസം നിർത്താൻ പറ്റില്ല പറയും. എനിക്ക് തോന്നുന്നു 41 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നൊരു പൂവിടലുണ്ടായിരുന്നു പണ്ട്. ഇന്നിപ്പോൾ അത് 10 ദിവസമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പൊരു ചടങ്ങുണ്ട്. അത് എനിക്ക് തോന്നുന്നത് വടക്കൻ മലബാറിലും ഏതാണ്ട് വള്ളവനാടിൻ്റെ ഭാഗത്തൊക്കെയാണ് അത് കൂടുതൽ കണ്ടിരിക്കുന്നത്. കലിയന് വെക്കുക എന്ന് പറഞ്ഞിട്ട് ചടങ്ങുണ്ട്. കലിയൻ എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൻ്റെ ദേവതയാണ്. നമ്മൾ ഈ ശ്രീപോതി അകത്ത്, ശ്രീദേവി അകത്ത്, ശ്രീപോതി എന്ന് പറയും. ശ്രീപോതി അകത്ത് ചേട്ടപ്പുറത്ത്, ചേട്ട എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ ഭഗവതിയാണ്. അപ്പോൾ ഇതിങ്ങനെ ചടങ്ങുണ്ട്. വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ട് ചേട്ടയ്ക്ക് പുറത്ത് വെച്ച് കൊടുക്കുന്ന ചടങ്ങൊക്കെ നടക്കുന്ന ഈ സമയങ്ങളിലാണ്. അപ്പോൾ കലിയൻ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ കലിയനെ സങ്കല്പിച്ചിട്ട് വാഴയുടെ പോള കൊണ്ട് കട്ട് ചെയ്തിട്ട് നഖം, മറ്റേ കന്ന് കൂട്ടാനുള്ള നഖം, പിന്നെ കലപ്പ, കൃഷിയായത് മടാൾ, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കോണിയൊക്കെ ഉണ്ടാവും. പിന്നെ പ്ലാവിലൊക്കെ പറഞ്ഞാൽ കോണി വേണ്ടല്ലേ. അപ്പോൾ കോണി ഒക്കെ എല്ലാം കൊണ്ടാണ് ഉണ്ടാക്കുക. എന്നിട്ട് പ്ലാവില, മാവിൻ്റെ ഇല ഒക്കെ പാടെ ചേർത്ത് കൂവട ഇലയിൽ ഇതെല്ലാം വെച്ചിട്ട് നേദ്യമൊക്കെ വെച്ചതിന് ശേഷം കുട്ടികളാണെങ്കിൽ കലിയ പൂയി എന്ന് പറഞ്ഞിട്ട് ചക്കയും മാങ്ങിയും തായോ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. വലിയവർക്ക് വേറൊരു സാധനമുണ്ട്. എന്താ തെളിയു ഭഗവാൻ എന്നാണെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ കലിയന് വെക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതായത് കൃഷിയുടെ മൊത്തം ആയുധങ്ങളും അതുമായി അത് വരാൻ പോവുകയാണ്. ഞാൻ കൃഷിയിലേക്ക് നമ്മൾ ചെങ്ങത്തിലേക്ക് കടക്കാൻ പോവുകയാണല്ലോ. കർക്കിടകത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് കിടക്കാം. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ ആയുധങ്ങളും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും വാഴയുടെ പോള കൊണ്ടാണ് ഉണ്ടാക്കി. അതൊരു ആർട്ടിസ്റ്റിനെ പറ്റുള്ളത് ഉണ്ടാക്കുക. നല്ല രസമുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നൊരു ചടങ്ങുണ്ട്. സന്ധ്യാസമയത്താണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക, ഈ നേദ്യം കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം. അത് ഈ ഭാഗത്തുള്ളതാണ്. അതൊന്നാണ് പിന്നെ ഓണത്തിലേക്ക് കയറുന്നത്. നമ്മുടെയൊക്കെ വീട്ടുകളിൽ സ്ത്രീകൾ ഒരുപാട് ആഘോഷിച്ച സമയം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പോൾ എന്താ പറയുക, ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം ഒതുങ്ങിപ്പോയിരിക്കണു അല്ലേ? അപ്പോൾ ആ ആഘോഷങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പണ്ട് പൊതുവേ ഈ വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ അടുത്തുള്ള വീട്ടുകാരൊക്കെ എല്ലാവരും തമ്മിലും വേലിയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഒരു വീട്ടിലേക്ക് പോയി ആ വീടിൻ്റെ ഉള്ളിൽ കൂടെ കടന്നാൽ മുറ്റത്ത് കൂടെ കടന്ന് അങ്ങനെ പോവുകയാണ്. ചിലപ്പോൾ പോകണ വഴിക്ക് രാമേട്ടോ ഒന്ന് വിളിച്ചിട്ടാണ്ട് പോയി. അപ്പോൾ മൂപ്പര് എവിടേക്കാ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പര് പറയാം അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനൊരു വേലി കെട്ടിത്തിരിക്കുന്ന പരിപാടിയൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊളിച്ച് മേലാണെങ്കിലും ശരി, ഉത്സവങ്ങളാണെങ്കിലും ശരി, അപ്പുറത്തൊരു ഉത്സവം ഉണ്ടെങ്കിൽ ഇപ്പുറത്തേക്കും വരും, ഇപ്പുറത്തൊരു ഉത്സവം. ഇടയ്ക്ക് പോയിട്ട് പഞ്ചസാര വാങ്ങിയിട്ട് വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്, പഞ്ചസാര കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് കൂടെയൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരും. അങ്ങനത്തെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ത്രീകളും എല്ലാവർക്കും അറേഞ്ച് ചെയ്യാം. നമ്മൾ വേറെ പഠിപ്പിക്കേണ്ടായിരുന്നുണ്ടാവില്ല. കുമ്മികളി, തിരുവാതിരക്കളി, കൈകൊട്ടിക്കാട്ട് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. ഓണത്തിന് എന്തായാലും അതുണ്ടായിരുന്നു. വട്ടക്കളിപ്പാട്ട്, അങ്ങനെ പല പല പേരുകളിൽ പല ദേശങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടുണ്ടായിരുന്നു. അത് ആണുങ്ങൾ കളിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ കളിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ സ്ത്രീകൾ കളിക്കുന്നതിനാണ് പ്രചാരം. അപ്പോൾ അത് തിരുവാതിര കളി എന്ന് പറയാം, വട്ടക്കളി പറയാം, കുമ്മികളി പറയാം, കൈകൊട്ടിക്കളി പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. അത് ഓണത്തിന് വളരെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. കാരണം ഈ ഓണത്തിൻ്റെ ഒരുങ്ങലുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും സമൃദ്ധമായി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മയക്കൊക്കെ വരും. ഓണമയക്കുന്ന അതിന് പേര് തന്നെ ഉണ്ട്. ആ മയക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ പറഞ്ഞ കളിയൊക്കെയാണ്. അതോടുകൂടിയിട്ടാണ് ഒരു ആഘോഷം പൂർണ്ണമാവുക. ഒരു വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാവുന്നൊരു സാധനമാണത്. ഏതെങ്കിലും ഒരു ക്ഷേത്രം വിചാരിച്ചാൽ ഈ ഓണത്തിന് ഒരു തിരുവാതിരക്കളി മത്സരം അല്ലെങ്കിൽ കുമ്മി മത്സരം വയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും വരും. എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടായി 10 പേരുടെ കൂട്ടായ്മ എന്ന് പറയുന്നതാണ്.
ഒരു സ്ത്രീ വന്നാൽ ഒന്നുകിൽ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ ഏട്ടൻ അല്ലെങ്കിൽ എല്ലാവരും അതിനോട് ചേർന്ന് വരികയാണല്ലോ. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 5 പേര് ഇതുമായി ബന്ധം ഒരു ദിവസം കൊണ്ട് കളിക്കാൻ പറ്റില്ല. ഒരു മാസം റിഹേഴ്സലും പരിപാടിയൊക്കെ വേണം. ഒരു മാസം ഒരു ഗ്രാമം മുഴുവൻ ഒരു സംഭവത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വളരെ ഭംഗിയായിട്ട് കഴിയും. അപ്പം അതൊന്നും ചെയ്ത് കാണാനില്ല. ഈ പറഞ്ഞ പോലെ ചില ആഘോഷങ്ങളിൽ ചില സ്ഥലത്തൊക്കെ 1-2 എണ്ണം കാണണമെന്നല്ലാതെ. പക്ഷെ ഇതൊക്കെ തിരിച്ചു വരും, ഇതെല്ലാം തിരിച്ചു വരും, ഒരു സംശയമൊന്നുമില്ല. ഓണം പ്രതീക്ഷയും കൂടിയാണെന്ന് പറയില്ലേ. എന്തായാലും വരട്ടെ. സാറുടെ കുട്ടിക്കാലത്ത് ഓണത്തിനെ പറ്റിയുള്ള ഓർമ്മകളും എന്തൊക്കെയായിരുന്നു? എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഓർമ്മ പ്രധാനമായിട്ട് പറഞ്ഞാൽ അടുക്കള തന്നെയാണ്. അമ്മ അടുക്കളയിൽ, അമ്മയും അച്ഛനും രണ്ടുപേരും ഒരേപോലെ അന്ന് അടുക്കളയിൽ കയറുന്ന ദിവസമാണ്. ഈ ശർക്കര ഉപ്പേരിയും കായ വറുത്തൊക്കെ ഉണ്ടാക്കാൻ അച്ഛൻ ഭയങ്കര മിടുക്കനായിരുന്നു. ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും അച്ഛൻ ഉണ്ടാക്കിയാൽ. അമ്മ മറ്റ് കറികളല്ല. അപ്പോൾ എല്ലാതും കാളനാണെങ്കിലും ഓലനാണെങ്കിലും അവിയലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെ സ്വാദോട് കൂടിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. വാഴ ഇലയിൽ ചൂടോടുകൂടി ചോറ് കഴിച്ചിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ സദ്യ എന്നൊക്കെ പറഞ്ഞ ചില ഹോട്ടലൊക്കെ കണ്ടിട്ട് ഞാൻ ഇലയിട്ട് കഴിക്കുമ്പോൾ കാളനും ഓലനും അവിയലൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കാറുണ്ട്. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓരോ പേരിട്ടുണ്ട്. കാളനിൽ ഉപയോഗിക്കേണ്ടതൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്, ഓലനിൽ ഉപയോഗിക്കേണ്ടത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരേ സ്വാദ് പറയില്ല. ചില നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ കയറി കിട്ടുന്ന പോലെ എല്ലാം ഒരുപോലെ തന്നെ. പനീർ വാങ്ങിയാലും മറ്റേ കോളിഫ്ലവർ വാങ്ങിയാലൊക്കെ കറിക്ക് ടേസ്റ്റ് ഒന്നും തന്നെ ആവുന്നൊരവസ്ഥ ഇപ്പോൾ തോന്നാറുണ്ട്. കാരണം അതിൻ്റെ ഒറിജിനൽ സ്വാദ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നാവിലും മനസ്സിലും അബോധത്തിലൊക്കെ കൃത്യമായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കും. ഇതന്നെയാണോ കാളെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നകത്തുനിന്ന് ഉത്തരം വരും. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്ന അപൂർവം ചില പാചകക്കാരെ എനിക്കറിയാം. പറയുമ്പോൾ വായിൽ വെള്ളം വരും. അന്നത്തെ ഒരു സ്വാദ് അങ്ങനെ നമ്മളെ ത്രസിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള ഓർമ്മ. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങൾ പൂവിടുന്നുണ്ടാവും. അങ്ങനെ പല കളിക്ക് ചിലപ്പോൾ വൈകുന്നേരമായ നാടൻ പന്ത് കളി, അത് വളരെ പ്രധാനമാണ്. ഓണത്തിന് മാത്രം സജീവമാകുന്ന കുറേ മൈതാനങ്ങളുണ്ടായിരുന്നു ആ ഒരു വെക്കേഷൻ സമയത്ത്. കാരണം എല്ലാവരും നാട്ടിൽ തിരിച്ചു വരും. പണിക്ക് പോയവരും മറ്റേ കൂപ്പിൽ പണിക്ക് പോയവരും കടയിൽ നിൽക്കാൻ പോയവരും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഈ ഓണസമയമായി തിരിച്ചു വരുന്നതുകൊണ്ട് ഒരു നാടൻ പന്ത് കളി ഉണ്ടാവും. അത് ആദ്യകാലത്ത് തുണിയിൽ കല്ല് വെച്ചിട്ട് തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ചെറിയ പന്താക്കിയിട്ട്, അതാണ് ശരിക്കും നാടൻ പന്ത് കളി എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് റബ്ബർ ബോളൊന്നും ഇല്ല എന്നാണ് പണ്ടത്തെ കാരണം കേട്ടോ. അത് വേദനിക്കില്ല തോന്നുന്നുണ്ടല്ലേ? വേദനിക്കൊന്നുമില്ല, പക്ഷെ നല്ല അത് കുട്ടനല്ലൂരില്ലേ, കുട്ടനല്ലൂർ ഭാഗത്ത് ഒരു 10 വർഷം മുമ്പ് വരെ, ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, 10 വർഷം മുമ്പ് വരെ അതിൻ്റെ ടൂർണമെൻറ്റ് നടക്കുമായിരുന്നു ഈ നാടൻ പന്തിൻ്റെ. ഈ ചെറിയ സാധനമുണ്ട്, അതിൻ്റെ പ്രൊഫഷണൽ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ഹരള കളിയായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ റബ്ബർ പന്ത്, ഒറിജിനൽ ഫുട്ബോളൊക്കെ ആയിട്ട്. എന്തായാലും പന്ത് കളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കായിക വിനോദമായിട്ട് ഓണക്കാലത്ത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സാധനമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വടംവലി എന്തായാലും അവിടെ ഉണ്ടാവും. പിന്നെ ക്ലബ്ബുകളൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. വീട്ടിലത്തെ എന്ന് പറഞ്ഞാൽ സദ്യ വിളമ്പുന്നതിന് മുമ്പേ, ചൂടോട് കൂടിയിട്ട് ഇലയിൽ വിളമ്പുന്നതിന് മുമ്പേ വിളക്കിനെ വിളമ്പാറുണ്ട്. അതായത് ദേവത നമ്മളിപ്പോൾ വിളക്കാണോ ദേവതയാണോ എന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ വിളക്കിന് മുമ്പിൽ നമ്മളെന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ദേവതയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ദേവതയ്ക്ക് കൊടുത്തത് പുറത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കും. പക്ഷികളാണെങ്കിലും ഉറുമ്പാണെങ്കിലും ആരാണെങ്കിലും അത് കഴിച്ചോട്ടെ എന്നുള്ള മട്ടിൽ കുഴിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ അത് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് അവർക്കുള്ളത് വേറെ വയ്ക്കാറുണ്ട്. പിന്നെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ പശുവിന്, നായയ്ക്ക്, കോഴിക്ക്, ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം നമ്മൾ കഴിക്കാറുള്ളൂ. ഒരു പ്രാർത്ഥനയും ഉണ്ടാവാറില്ല, പക്ഷേ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടേ നമ്മൾ കഴിക്കാറുള്ളൂ. അതൊക്കെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടതായിരുന്നു. പിന്നെ ഉറുമ്പിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പായസം വാഴ ഇലച്ചീന്തിൽ വെച്ചിട്ട് വീടിൻ്റെ 4 മൂലയിൽ ഉറുമ്പിന് കൊണ്ടുവയ്ക്കാറുണ്ട്. അത് ഉറുമ്പിനുള്ളതാണ് പറയും. ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ല, നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ മണമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ. നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ വേവിച്ചപ്പോൾ നീ അകത്തുനിന്ന് ഓടി വന്നില്ലേ, എന്നിട്ട് അണ്ടിപ്പരിപ്പ് ചോദിച്ച് തന്നില്ലേ, അതുപോലെ ഇതൊക്കെ അവിടെ എന്തുണ്ടാക്കുന്നുണ്ടെന്ന് ഇവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാതിരുന്നത് ശരിയല്ല, അവർ വയൽ വെള്ളം വന്നല്ലേ എന്നൊക്കെ പറയില്ല. അല്ലാണ്ട് ശാപം കിട്ടുന്നു അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ അങ്ങനൊരു അമ്മ പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മ എനിക്ക് നല്ലപോലെ എൻ്റെ മനസ്സിലുണ്ട്. ഞാനും ഇത്തരം സമയങ്ങളിലൊക്കെ അത് ചെയ്യാറുണ്ട്. ജീവികൾക്കൊക്കെ പരമാവധി, ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പേ വീട്ടിൽ പൂച്ചയുണ്ട്, പൂച്ചയ്ക്ക് കൊടുത്തിട്ടേ ഞാൻ ഇരിക്കാറുള്ളൂ. അല്ലെങ്കിൽ മോള് കൊടുക്കും, മോള് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കും, കൊടുത്തിട്ടേ ഇരിക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം തരേണ്ട അവരൊരു കഴിക്കണമെന്നൊരു അവർക്ക് തോന്നില്ലേ, നമുക്കൊരു തോന്നൽ. ഇപ്പോൾ ഉമ്മറത്തൊരാളിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അകത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ അതുപോലത്തെ അതൊരു കൾച്ചർ അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. പിന്നെ അച്ഛനും അമ്മയോടും ചേർന്നുണ്ടാക്കുന്ന അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞൊരു മയക്കുണ്ട്. പിന്നെ ധർമ്മനാഥൻ സ്വാമി, ഇപ്പോൾ ഓണത്തേക്ക് അറിയാതെ കണക്റ്റായ സാധനമാണ്. ധർമ്മനാഥൻ സ്വാമി ഒരിക്കൽ ആറാണിയിലല്ല ഒറ്റപ്പാലത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കുന്നവരിൽ ഔട്ടക്കെട്ടൊക്കെ ചവിട്ടി പൊട്ടിക്കണവർ വല്ലവരും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട, മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ഈ ഔട്ടക്കെട്ട ചവിട്ടി പൊട്ടിക്കുക എന്നുള്ള പ്രയോഗം ഞാൻ ആദ്യം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ വീട്ടിലാവുന്നില്ല, അന്നത്തെ കഴിവിന് എടുത്തു വയ്ക്കലൊന്നുമില്ല. പിന്നെ അത് അന്വേഷിച്ചപ്പോഴാണ് തിരുവോണം കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം 3 ദിവസം വിഭവങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങനെ എല്ലാം ചിലപ്പോൾ കഴിച്ച് കഴിഞ്ഞോളണമെന്നില്ല, കളയാൻ തോന്നില്ല. കാരണം അത്ര വലിയ പൈസ എന്നുള്ള ആൾക്കാരുമല്ല.
അപ്പോൾ ഇതിങ്ങനെ വീണ്ടും ചൂടാക്കിയിട്ട് അവസാനം വിട്ടാവുമ്പോഴേക്കും ഇതൊരു വല്ലാത്ത രൂപമായിട്ടുണ്ടാവും അത്ര. അപ്പോൾ അതാണ് ആ ചൊല്ലല്. ഒരു ഭക്ഷണം രണ്ടാമത് ചൂടാക്കുമ്പോൾ അത് അതിൽ വിഷമാണെന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. ആയുർവേദക്കാർ പറയാറുണ്ട് രണ്ടാമത് ചൂടാക്കിയ ഭക്ഷണം കഴിക്കരുതെന്ന് പറയാറുണ്ട്, ടോക്സിക് ആവും എന്നുള്ളതാണ്. അപ്പോൾ നിർമ്മാണ സമയത്താണ് അവിട്ടക്കട്ടയൊക്കെ ചവിട്ടി പൊട്ടിക്കണവർ അങ്ങനെ അവിട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കണം എന്നാണ് പറയുക. അത്ര അത് കഴിക്കണ്ട, ഇവിടുത്തെ മരുന്ന് കഴിക്കണ്ട എന്ന് വെച്ചാൽ പഥ്യം നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് അത് കഴിഞ്ഞിട്ട് മതി, ഓണത്തിൻ്റെ ആഘോഷം കഴിഞ്ഞിട്ട് മരുന്ന് തുടങ്ങിയാൽ മതി അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചൊല്ല് പെട്ടെന്ന് ഓർമ്മ വന്ന് പറഞ്ഞാണ്. പിന്നെ ഓണത്തിൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഓണക്കോടി കിട്ടാറുണ്ട്. തിരുവോണ ദിവസം ഉച്ചയാകുമ്പോഴേക്കും അമ്മായി വരും. എൻ്റെ അമ്മായി ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണല്ലോ. അപ്പോൾ സ്വന്തം തറവാട്ടിലേക്ക് അമ്മായി എന്തായാലും വരും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടി കൊണ്ടുവരും. പിന്നെ കുറച്ച് പ്രായമായപ്പോഴേക്കും അമ്മായി ഞങ്ങൾക്ക് കാശ് തരാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടത് കാശാണെന്ന് അമ്മായിക്ക് അറിയുന്നതുകൊണ്ട് അമ്മായി പിന്നെ കാശാണ് തരുമായിരുന്നു. ഓണക്കോടി കിട്ടൽ, സദ്യ, അതൊക്കെ തന്നെ ഓർമ്മ. നമ്മളപ്പോഴേ പറഞ്ഞ് നിർത്തിയോടത്ത് തന്നെ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുകയാണ് പൂക്കളത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ. അതുപോലെ തന്നെ അതിനോട് കണക്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ മാധൂര് വെക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും മാധൂര് എന്താണ്? മാധൂര് മഹാദേവർ എന്ന് പറയുന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ ശിവനായിട്ടെടുക്കാം. എന്നാൽ തൃക്കാക്കരപ്പൻ എന്ന് പറയുമ്പോൾ തിരു കാൽ കരൈ അപ്പൻ എന്നാണ് അതിൻ്റെ എന്നുവെച്ചാൽ മഹാബലിയുടെ അടുത്തേക്ക് വന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമായ വാമനൻ തൻ്റെ കാൽ വെച്ച് തിരു ബഹുമാനപുരസ്സരം നമ്മൾ പറയുന്നത് തിരു കാൽ കരയപ്പൻ എന്നുള്ളത് സംഘകൃതികളിലൊക്കെ പരാമർശമുള്ളതാണ്. ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മധ്യപ്രദേശ് വരെ, മഹാരാഷ്ട്ര വരെ ഇതിൻ്റെ പല രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ശ്രാവണപദ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല പല പേരിൽ ആഘോഷമുണ്ട്. അതായത് നമ്മളുണ്ടാക്കിയ ഒരു ആഘോഷമൊന്നും അല്ല എന്നർത്ഥം. പുരാണങ്ങളിലൊക്കെ ഉള്ളതും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എന്തോ ഒരു ഊർജ്ജത്തിനെ എടുത്ത് കളിക്കുന്നതായിട്ടുള്ള സംഭവമാണ്. അതാത് ദേശത്തെ ചിലതുമായി ചേർത്ത് വെച്ചു എന്നുള്ളത്. അപ്പോൾ സംഘകൃതികളിലൊക്കെ പരാമർശമുള്ളതാണ്. 5-ാം നൂറ്റാണ്ടിലെ ഉദ്ദണ്ഡശാസ്ത്രികളുടെ കൃതിയിലും 14-ാം നൂറ്റാണ്ടിലെ ഉണ്ണുനീലി സന്ദേശത്തിലും ഒക്കെ ഓണത്തിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റം ഒന്നും അല്ല എന്നർത്ഥം. അപ്പോൾ ഇതെന്താണ് നമുക്ക് ഓണം, എന്തുകൊണ്ട് അത്തം പത്തിനും പൊന്നോണം എന്ന് പറയണല്ലോ. എന്താണ് ഈ 10 എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ, നവരാത്രി എത്ര ദിവസമാണ്? 9. 10ാമത്തെ ദിവസമാണ് വിജയദശമി. അവിടെ ഈ 10 കയറി വരുന്നുണ്ട്. വിഷുവിനും 10ാമത് എന്നുള്ളൊരു സാധനം കയറി വരുന്നുണ്ട്. ഇനി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാന്ത്രിക പദ്ധതിയിൽ വരുന്നൊരു സാധനമാണ്, കേരളത്തിൻ്റെ അല്ല ഭാരതത്തിൻ്റെ മൊത്തം, ദശമഹാവിദ്യ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതും 10ആണ് വരുന്നത്. എന്ന് വെച്ചാൽ 9 ഭാവങ്ങൾ ദേവിയുടെ അല്ലെങ്കിൽ പ്രകൃതിയിലെ എടുത്ത് 9 ദിവസങ്ങളിലായി കളിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് ഈ 10 എന്ന് പറയുന്നത്. അതായത് ഇത്രയും ദേവി, ഇപ്പോൾ നമ്മൾ നവരാത്രിയാണ് എടുക്കണമെങ്കിൽ ആദ്യം ശൈലപുത്രിയായിരുന്നു, ഒന്നും അറിയാത്ത പാർവതി, ഒരു കുട്ടി. അതിനുശേഷം ബ്രഹ്മചാരിണി തപസ് ചെയ്തു എന്നും, അതിനുശേഷം ചന്ദ്രഖണ്ഡയിലേക്ക് കടന്നു എന്നും, പിന്നെ കുഷ്മാണ്ഡ ഭഗവതിയായിട്ട് സൃഷ്ടി തുടങ്ങിയെന്നും, സ്കന്ദമാതായിട്ട് കഴുത്തിലേക്കെത്തി സുബ്രഹ്മണ്യൻ്റെ അമ്മയായിട്ട് സ്കന്ദമാത ആയെന്നും, കാത്യായനി ആയെന്നും, അവസാനം സഹസ്രാര പത്മത്തിൽ ശിവനോടുകൂടി ചേർന്ന് ശിവപാർവതി യോജിച്ചൊരവസ്ഥയിലെത്തി എന്നാണ് നവരാത്രിയുടെ സങ്കല്പം. അപ്പം നമ്മുടെ ശരീരത്തിലെ ഈ ഊർജ്ജത്തിനെ, കുണ്ടലിനിയിലുള്ള ഊർജ്ജത്തിനെ ഊർജ്ജചക്രങ്ങളിലൂടെ കടത്തി നെറുകിലേക്ക് എത്തിച്ച് ശിവനും പാർവതിയും തുല്യമായി മാറുന്ന അവസ്ഥയാണ് ഏതൊരു ഉപാസകൻ്റെയും എല്ലാ പദ്ധതികളുടെയും ലക്ഷ്യം. പ്രാർത്ഥനയായാലും ജപമായാലും ഉപാസനയായാലും യോഗയായാലും ഇതുതന്നെയാണ് ഓണത്തിന് വെച്ചിരിക്കുന്നത്. ഓണത്തിൻ്റെ പൂക്കളത്തിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ നമ്മൾ ആദ്യം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവതാ സമ്പ്രദായങ്ങളെ ഭാരതം ഒരു ചെറിയ ചിത്രത്തിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. അതാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. ധാരാളം കാണുന്നതാണ് ശ്രീചക്രം. ശ്രീചക്രം 2 ഡയമെൻഷനിലാണ്, ഒരു പേപ്പറിൽ വരയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ 3 ഡയമെൻഷണൽ ഭാവമാണ് മഹാമേരു എന്ന് പറയുന്നത്. നമുക്ക് ശ്രീചക്രത്തിലേക്ക് വന്നാൽ 4 ത്രികോണങ്ങൾ മുകളിലേക്ക് ശിവനായിട്ടാണ് സങ്കല്പം, 5 ത്രികോണങ്ങൾ താഴത്തേക്ക്. ഇതിങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചറിയാം. ശ്രീചക്രം ശ്രദ്ധിച്ചറിയാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണമെങ്കിൽ ശ്രീചക്രത്തിൻ്റെ ചിത്രം എടുത്ത് നോക്കാം. അപ്പം 4 ശിവസങ്കല്പത്തിൽ മുകളിലേക്കുള്ള ത്രികോണം, അത് ഇങ്ങനെയായിരിക്കും ത്രികോണം. 5 എണ്ണം താഴത്തേക്ക് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും താഴത്തേക്ക്. ഇത് തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ 43 ചെറിയ ത്രികോണങ്ങൾ വരും. ഇതാണ് നടുഭാഗം ശ്രീചക്രത്തിൻ്റെ. ബിന്ദു എന്നോ മധ്യം എന്നോ എന്ത് പേരിട്ടാലും ശരി, ഇതാണ് നടുഭാഗം ശ്രീചക്രത്തിൻ്റെ. ഇതിൻ്റെ ചുറ്റും ഒരു വട്ടമുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഈ ത്രികോണങ്ങളെല്ലാം കൂടി ചേരുന്ന ആ ഒരു ഭാഗം കഴിഞ്ഞാൽ ചുറ്റും ഒരു വട്ടമുണ്ട്.
ആ വട്ടത്തിൽ 8 എതളുകൾ കാണാം, താമരയുടെ എതളുകളാണ്. അപ്പോൾ അതിന് അഷ്ടദല പത്മം എന്നാണ് പറയുക. അപ്പോൾ ഒരു വട്ടത്തിൽ അഷ്ടദല പത്മം. അപ്പോൾ ഈ അഷ്ടദല പത്മത്തിനും പുറത്ത് ഒരു വട്ടമുണ്ട്, അതിൽ 16 എതളുകൾ കാണാം, എണ്ണി നോക്കിയാൽ കാണാം. അത് ഷോഡശദല പത്മമാണ്, എന്ന് വെച്ചാൽ 16 എതളുകൾ താമരയുടെ. അതിനും പുറത്ത് കുറച്ചുകൂടി വിശാലമായിട്ടൊരു സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഒരു ഭാഗം കാണാം, അതിന് ഭൂപുരം എന്നാണ് അതിന് പറയുക. ആ ഭാഗങ്ങൾക്ക് ഭൂപുരം, ചതുരത്തിൽ വെച്ച് 4 ഭാഗത്തേക്കും ഓരോ വഴിയും ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമ്മൾ മനസ്സിലാലോചിക്കുക. ഇതിനൊരു ക്ഷേത്രത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ എടുക്കുക. ഒരു മഹാക്ഷേത്രത്തിൻ്റെ, ഇപ്പോൾ വടക്കനാഥൻ ക്ഷേത്രമാണെങ്കിൽ ഉദാഹരണമായിട്ട് എടുക്കാം. ക്ഷേത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ വിഗ്രഹം നിൽക്കുന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞ ഈ 9 ത്രികോണങ്ങൾ. 4 ശിവനും 4 പാർവതി എന്ന് പറഞ്ഞല്ലോ, ശക്തി എന്ന് പറഞ്ഞല്ലോ. ഇത് 9 ദുർഗകളെ പ്രതിനിധീകരിക്കുന്ന ത്രികോണങ്ങളുമാണ്. ഇപ്പോൾ നവദുർഗകൾ നമ്മൾ നവരാത്രിക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞ സ്ഥാനത്തേക്കാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ 9 ദുർഗകളെ പല രീതിയിലുള്ള അലൈൻമെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏരിയൽ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ വിഗ്രഹത്തിൻ്റെ അവിടെ തലവെച്ച് ഒരാൾ, ദേവൻ മലർന്ന് കിടക്കുകയാണെങ്കിൽ 2 കാലിങ്ങനെ വരില്ലേ, ഇതാണ് ഒരു ഗോപുരം. ഇതേ ദേവൻ തന്നെ മറ്റേ ഡയറക്ഷനിൽ കിടന്നാൽ അവിടെ ഒരു ഗോപുരം വരും, ഇപ്പുറത്തേക്ക് കിടന്നാൽ ഇവിടെ ഒരു ഗോപുരം വരും, ഇപ്പുറത്തേക്ക് കിടന്ന ഒരു ഗോപുരം വരും. 4 ഗോപുരം വരും. അപ്പം 4 ഡയമെൻഷനിലായി ദേവൻ. ഇനി വിഗ്രഹം എന്ന് പറയുന്നത് 5ാമത്തെ ഡയമെൻഷനിലൊരു ദേവനായി. താഴേക്കുമുണ്ട് അതിൻ്റെ പ്രതിരൂപം 6. ഇതാണ് ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ. 6 ആക്സിസിലാണ് എനർജി എടുത്ത് കളിച്ചിരിക്കുന്ന ഭാരതം. എത്ര ആക്സിസ് പഠിച്ചിട്ട് കണക്കിൽ? XYZ മാക്സിമം അല്ലേ? ഇവിടെ 6 ആക്സിസിലാണ് എടുത്ത് കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 6 ആക്സിസിൽ നമ്മളൊരു ഊർജ്ജത്തിനെ എടുത്ത് കളിക്കുന്നതാണ് ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറയുന്ന ക്ഷേത്രം. ഇത് തന്നെയാണ് ശ്രീചക്രവും. ശ്രീചക്രത്തിൽ ഈ നടു ഭാഗം എന്ന് പറയുന്നത് വിഗ്രഹം ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഭാഗം, എന്താ പറയുക, പ്രപഞ്ചേശ്വരി ഇരിക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗം. അതിന് ചുറ്റുമുള്ള അഷ്ടദലം, ഷോഡശദലം എന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭൂപുരം എന്ന് പറയുന്നൊരു മതിൽ കെട്ടെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ. ഇതാണ് നമ്മൾ പൂക്കളത്തിൽ മൂലം നാളിൽ മൂലയുള്ള കളം എന്ന് പറഞ്ഞത്. അത്തം ഒരു വട്ടം, ഈ ത്രികോണങ്ങളൊക്കെ ഇരിക്കുന്ന ആദ്യത്തെ വട്ടം അത്തം. ചിത്തിര 2 വട്ടം, 8 തലങ്ങളുള്ളത് താമര എന്ന് പറഞ്ഞത്. ചോതി അടുത്തത് 16 തലം എന്ന് പറഞ്ഞത്. അങ്ങനെ പോയിട്ട് അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ടയാകുമ്പോൾ നമ്മൾ ചെമ്പരത്തി 4 ഭാഗത്തേക്ക് വാലിടുന്നു എന്ന് പറഞ്ഞു. ഗോപുരത്തിന് വഴിവിടലാണ് അതവിടെ. നമ്മൾ വരയ്ക്കുന്ന ശ്രീചക്രത്തിൽ പുറത്തേക്കുള്ള വഴിവിടലാണ് ചെമ്പരത്തി വിശാഖത്തിൽ. കഴിഞ്ഞാൽ അത്തം, ചിത്ര, ചോതി, വിശാഖ, അനിഴം, തൃക്കേട്ട, പിന്നെ മൂലം. മൂലത്തിലായി കഴിഞ്ഞാൽ നമ്മൾ മതിൽ കെട്ടി ചതുരത്തിലായി, മൂലമുള്ള കളമായി. അങ്ങനെ 9 ദിവസം കൊണ്ട് നമ്മുടെ മുറ്റത്ത് ഒരു ശ്രീചക്രം സൃഷ്ടിക്കുന്നതാണ് പൂക്കളം എന്ന് പറയുന്നത്. 9 ദിവസം കൊണ്ട് നവാവരണ പൂജ പ്രകൃതിയിലെ പൂക്കൾ ഉപയോഗിച്ച് നമ്മൾ മുറ്റത്ത് ചെയ്തു കഴിഞ്ഞു. ചാണകമെഴുകി ശുദ്ധമാക്കിയ സ്ഥലത്ത് ആ തൊടിയിലെ പൂക്കൾ അല്ലെങ്കിൽ നാട്ടിലെ പൂക്കൾ ഉപയോഗിച്ച്, ഏതൊക്കെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഏത് പൂവും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ. അതുകൊണ്ട് നമ്മളൊരു നവാവരണ പൂജയാണ് ചെയ്യുന്നത്. അതായത് ശാസ്ത്രമൊന്നും പഠിക്കാത്ത ഏതൊരു സാധാരണക്കാരനും അവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ അവൻ പോലും അറിയാതെ നടത്തുന്ന ഒരു നവാവരണ പൂജയായിരുന്നു തിരുവോണത്തിൻ്റെ സമയങ്ങളിൽ നടക്കുന്ന പൂവിടൽ എന്ന് പറഞ്ഞത്. 9 ദിവസത്തെ പൂജ കഴിഞ്ഞാൽ നവാവരണ പൂജ കഴിഞ്ഞു. അപ്പോൾ ഉത്രാടത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് തലേ ദിവസമോ നമ്മൾ ഓണം കൊള്ളുക എന്ന് പറയുന്ന രീതിയിൽ മാതോര് വയ്ക്കും. അത് കഴിഞ്ഞാൽ തിരുവോണത്തിന് ശരിക്കും പറഞ്ഞാൽ പൂവിടലല്ല, ഈ മാതോരെ മൂടുന്ന രീതിയിൽ തുമ്പയും തുളസിയും കൊണ്ട് നിറയ്ക്കലാണ്. എന്ന് വെച്ചാൽ പൂർണ്ണഭാവത്തിലെത്തി. മറ്റോടത്ത് നമ്മൾ പറഞ്ഞ നവരാത്രി കഴിഞ്ഞിട്ടുള്ള ദിവസമല്ലേ, വിജയദശമി പറഞ്ഞ ദിവസത്തിലേക്ക് എത്തി. എല്ലാ ഉപാസനകൾക്കും ശേഷമുള്ള പൂർണ്ണഭാവത്തിലേക്ക് ആ ഒരു തൊടി, അതായത് ആ വീട് നിൽക്കുന്ന തൊടിയിലെ ഊർജ്ജങ്ങളെ മുഴുവൻ നമ്മൾ ഉയർത്തി കഴിഞ്ഞു. ഇനി വേറൊരു സമ്പ്രദായം നമ്മൾ കേരളത്തിലുണ്ടായിരുന്നു പറഞ്ഞാൽ, ആദ്യത്തെ ദിവസം ചാണകം മെഴുകിയിട്ട് ഒരു വട്ടം ഇടും തുമ്പ. ശൈലപുത്രിയിലേക്ക് വേണമെങ്കിൽ പൊക്കോളൂ, വെള്ള വസ്ത്രമാണ്, നൈർമല്യമാണ്, ഒന്നും അറിയാത്തവളാണ്. ഇത് തന്നെയാണ് തുമ്പ. തുമ്പ കൊണ്ടൊരു വട്ടം ഇട്ടു. ഇനി 2ാമത്തെ ദിവസം ഒരു സ്റ്റെപ്പ് നമ്മൾ പണിയെന്ന് പറഞ്ഞു. മഹാമേരുവിൻ്റെ വളർച്ച ആലോചിച്ചോളൂ. ശ്രീചക്രത്തിൻ്റെ 3 ഡയമെൻഷനാണ് മഹാമേരു എന്ന് പറയുന്നത്. ഇത് സ്റ്റെപ്പ് കയറ്റി കൊണ്ടുവരുന്നതാണ്. 3 ദിവസം വരെയൊക്കെ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അത്ര ഉയരത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാന സമയമാകുമ്പോഴേക്കും നമ്മൾ ഒന്നുകിൽ ഒരു മാതോര് വയ്ക്കും, അത് വീണ്ടും മഹാമേരുവായി, മഹാമേരുവിൻ്റെ ഷേപ്പിലേക്ക് വന്നത്. ഇനി 3 മാതോരാണ് വെക്കണമെന്ന് വിചാരിക്കുക. നമ്മുടെ ശരീരത്തിലെ ഇടയും പിങ്കളയും സുഷ്മനയുമാണ് അത്.
ഈ ദേവതകൾ മുഴുവൻ ഈ ശ്രീചക്രത്തിൻ്റെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ, പൂർണ്ണഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും എനർജി പ്രവഹിക്കണം. സഹസ്രദല പത്മമാണ് മാധവരുടെ നെറുകിൽ നമ്മൾ വയ്ക്കുന്നത്. കൃഷ്ണകിരീടമാണ്. കൃഷ്ണകിരീടത്തിൻ്റെ ഷേപ്പ് ആലോചിച്ചോളൂ. ഒരു അരയാൽ ഏറ്റവും ഭംഗിയിൽ നിൽക്കുന്നത് പോലെ കൃഷ്ണകിരീടം വയ്ക്കുന്നതാണ്. അത് കിട്ടാനില്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്നത് ചെണ്ടുമല്ലിയാണ്. ചെണ്ടുമല്ലിയും അതേ ഷേപ്പ് തന്നെയാണ്. ഈ ഊർജ്ജം ഉണർന്ന് പ്രവഹിക്കുന്ന രൂപത്തിലാണ് നമ്മൾ വയ്ക്കുന്നത്. അതിനുശേഷം അവിടെ അടനേദ്യമുണ്ട്. അട എന്ന് പറയുന്നത് ബലിയാണ്. ഞാൻ എന്നെ തന്നെ സങ്കല്പിക്കും എന്നുള്ള സങ്കല്പമാണ് അട വയ്ക്കുന്നത്. മഹാബലിഗതി, ഞാൻ എന്നെ തന്നെ സങ്കല്പിക്കുന്നു, എൻ്റെ നെറുകത വച്ചിരിക്കുന്നു, സ്വീകരിച്ചോളൂ. അപ്പോൾ ആ മഹാബലി കാണിച്ചു കൊടുത്തതിൻ്റെ പ്രതീകാത്മകമായ നവാവരണ പൂജയും ശ്രീചക്രവും മഹാമേരുവും കലർത്തി വെച്ച ഒരു മാന്ത്രിക പദ്ധതിയാണ് ഓരോ വീട്ടിലും പൂവിടലിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് പൂവിട്ടാൽ എത്രമാത്രം അതിന് ഗുണം ചെയ്യും. ഇനി ശ്രീചക്ര ദർശനത്തിൻ്റെ ഫലസാധ്യതകളെക്കുറിച്ച് പറയുന്നത്, ശ്രീചക്രം ഒരു തവണ കണ്ടാൽ 100 യാഗം ചെയ്ത ഫലമാണ് എന്നാണ്. 16 മഹാദാനങ്ങൾ ചെയ്ത ഫലമാണെന്നാണ്. 3.5 കോടി തീർത്ഥങ്ങളിൽ കുളിച്ച ഫലമാണ് എന്നാണ്. 10 ദിവസവും നമ്മൾ ഈ ശ്രീചക്രം വീട്ടിലെ കൊച്ചുകുട്ടി വരെ അതിൽ പങ്കെടുത്ത് ശ്രീചക്രം നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെ മുഴുവൻ അവർ പോലും അറിയാതെ ഐശ്വര്യത്തിലേക്ക് ഉയർത്തി ഒരു മഹാബലിയുടെ നാടാക്കി മാറ്റുന്നൊരു പദ്ധതി ഒളിപ്പിച്ചു വെച്ചതായിരുന്നു ഓണം എന്ന് പറഞ്ഞാൽ. മഹാബലി കഴിഞ്ഞാൽ മഹാദാനമുണ്ട്. അതാണ് ഓണക്കോടി എന്ന് പറയുന്നത്. എല്ലാവർക്കും വസ്ത്രം കൊടുത്തു. ആ ബലി പൂർണ്ണമാകുന്നു, എല്ലാവർക്കും വസ്ത്രം കൊടുക്കുന്നു. ഇതാണ് അവിടെ വച്ചിരിക്കുന്നത്. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തുമ്പയിലേക്കും കൂടി പോകാം. മാധൂരിൻ്റെ അടിയിൽ നമ്മൾ വെക്കുന്നത് തുമ്പ പറിച്ചിട്ട് അതിന് മുകളിലാണ് വെക്കരുതെന്ന് പറഞ്ഞു. തുമ്പപ്പൂവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയെന്ന് പറഞ്ഞു. ശിവന് ഏറ്റവും ഇഷ്ടം തുമ്പയാണ്, പാർവതിക്ക് ഏറ്റവും ഇഷ്ടം തുമ്പയാണ്. സഹസ്രാര പത്മത്തിലിരിക്കുന്ന ദേവി വീണ്ടും പഴയ ഈ ഭാവങ്ങളെല്ലാം മാറി വീണ്ടും ശുഭ്രവസ്ത്രധാരിയായി കഴിഞ്ഞു. സിദ്ധദാത്രി മഹാഗൗരി എന്നൊക്കെ പറയുമ്പോൾ നവരാത്രിയിൽ മഹാഗൗരിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും വെള്ള നിറമായി കഴിഞ്ഞു. മഹാബലി നെറുകിൽ ചൂടിയത് തുമ്പപ്പൂവാണ്. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടാണ് തുമ്പപ്പൂ വന്നിരിക്കുന്നത്. ഇനി തുമ്പ എങ്ങനെയാണ് അതിൻ്റെ രൂപം? തുമ്പയുടെ ഒരു തണ്ടെടുത്ത് നോക്കും. അത് നമ്മുടെ നട്ടെല്ലെടുക്കുക. വിളക്കിൻ്റെ താഴെ ഒരു വട്ടല്ലേ, നിലവിളക്കിൻ്റെ മുകളിലൊരു വട്ടല്ലേ, വിളക്ക് കത്തിക്കുന്ന ഭാഗം. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജ ചക്രങ്ങൾ എന്നാണ് അതിന് പേര്. കുണ്ടലിനി ഒരു ഊർജ്ജ ചക്രമാണ്. സ്വാധിഷ്ഠാനം അടുത്ത ഊർജ്ജ ചക്രമാണ്, ഇവിടെ വരും. കുറച്ചുകൂടി മുകളിൽ കയറിയ മണിപുരം എന്ന് പറയുന്ന അടുത്ത ഊർജ്ജ ചക്രമാണ്. അനാഹതം അടുത്ത ഊർജ്ജ ചക്രമാണ്. വിശുദ്ധി അടുത്ത ഊർജ്ജ ചക്രമാണ്. ആജ്ഞ അടുത്ത ഊർജ്ജ ചക്രമാണ്. സഹസ്രാരപത്മം, ഇതാണ് അതിൻ്റെ ചക്രം. ഇതിന് ശരിക്കും ഒരു ചക്രമായിട്ട് തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തിൽ തുമ്പയുടെ ഒരു തണ്ടെടുത്ത് നോക്കി നോക്കൂ. തുമ്പക്കുടം, 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 തുമ്പക്കുടം. ഇതേ ഊർജ്ജ ചക്രങ്ങൾ പ്രകൃതിയിൽ ഒരു ചെടിയിൽ സ്വയം ഉണ്ടായി വന്നിട്ടുള്ളതാണ് തുമ്പ. അതായത് ഈ ഊർജ്ജ ചക്രങ്ങൾ പ്രകൃതിയിൽ പ്രഭാവത്തിൽ ഒരു ചെടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയും. തുമ്പ ചൂടിയാൽ മതി, നമുക്കത് നമ്മുടെ ശരീരം അത് തൊട്ട് പഠിക്കും. മഹാമേരുവിനെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ മാധവരെ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലാണ് ഇതെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നീയെ എന്ന് പറയുന്ന ഒരു ഊർജ്ജചക്രം ഉണ്ട് അവിടെ. അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തുമ്പയെ വെച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നതല്ലേ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തുമ്പ നമുക്ക് ഔഷധത്തിലേക്ക് എടുക്കുക. ദ്രോണപുഷ്പി എന്നാണ് പേരെന്ന് പറഞ്ഞ് നമ്മൾ ഔഷധത്തിലേക്ക് എടുക്കുക. നമ്മുടെ ചക്രങ്ങളിൽ ബാക്കി താഴത്തേക്കുള്ളതൊക്കെ വിടുക, വേരൊക്കെ വിടുക. തുമ്പയുടെ നീര് കൊണ്ട് കഷായം വെച്ച് കഴിച്ചാൽ വയറിൻ്റെ അസുഖങ്ങൾ മുഴുവൻ മാറും. ഈ ഭാഗത്തുള്ള ചക്രങ്ങൾ കൃത്യമാക്കാൻ തുമ്പയ്ക്ക് കഴിയുന്നുണ്ടെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ അനാഹതത്തിന് താഴെയുള്ള സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ചക്രം തുമ്പയിൽ സജീവമായതുകൊണ്ടാണ് തുമ്പയുടെ കഷായം വയറിൻ്റെ അസുഖം മാറ്റുന്നത്. തൊണ്ടയിൽ കഫക്കെട്ട് വന്നാൽ തുമ്പയാണ് മരുന്ന്. എന്ന് വെച്ചാൽ തുമ്പയിൽ അതിൻ്റെ വിശുദ്ധി ചക്രം തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അത് ഔഷധമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി ചക്രം തെളിച്ചം വന്ന് കഫക്കെട്ട് മാറുന്നത്. തുമ്പയിൽ ആജ്ഞാചക്രം ശുദ്ധമായി നിൽക്കുന്നതുകൊണ്ടാണ് തുമ്പയുടെ നീര് നെറ്റിയിൽ പരട്ടുമ്പോൾ സൈനസ് മാറുന്നത്. തുമ്പയിൽ ഇതെല്ലാം സജീവമാണെങ്കിൽ ഇത് നടക്കുള്ളൂ. ഇനി തുമ്പയുടെ നീര് കൊണ്ട് നസ്യം ചെയ്യും. നസ്യം ചെയ്യുമ്പോൾ തലച്ചോറിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ കളയുന്നത് അന്നസ്യത്തിലൂടെയാണ്. എന്നുവെച്ചാൽ മനസ്സ് ശുദ്ധമാവും, ബുദ്ധി ശുദ്ധമാവും. എന്ന് വെച്ചാൽ സഹസ്രാരപത്മവും തെളിഞ്ഞു നിൽക്കുന്ന ചെടിയാണ് തുമ്പ. രൂപം കൊണ്ടും അതിൻ്റെ ഫലപ്രാപ്തി കൊണ്ടും എല്ലാം കൊണ്ടും.
അതാണ് കഥകൾ കലർത്തി വെച്ചിരിക്കുന്ന വലിയൊരു ശാസ്ത്രം. ഇതിനെയാണ് നമ്മൾ ചവിട്ടി താഴ്ത്തിയവൻ്റെ തിരിച്ചു വരവ് എന്നും പറഞ്ഞ് പൂവുടലൊക്കെ അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ അന്വേഷിച്ച് പോയാൽ ഭാരതം ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല എന്നതാണ്. ഓരോ കഥകൾക്കും ഓരോ ആചാരങ്ങൾക്കും പുറകിൽ ഒരു വലിയ ശാസ്ത്രം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉത്രാടത്തിന് ഇതെല്ലാം പൂർണ്ണമായി ഏറ്റവും വിശാലമായി കിടക്കുന്ന ഭാഗമാണ്. ഭൂപുരത്തിൻ്റെ മുമ്പിലുള്ള ഒരുപാട് ഭാഗമുണ്ട്. ക്ഷേത്രത്തിന് കണക്കാക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് വിശാലമായി കിടക്കുന്ന ഭാഗം, ഉള്ളിൽ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ആ ഭാഗം മുഴുവൻ പൂക്കൾ കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് ഉത്രാടത്തിന് ഏറ്റവും വലിയ പൂക്കളം ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പൂക്കളം വരാൻ കാരണം ഭൂപുരത്തിൻ്റെ തൊട്ടുള്ളിലുള്ള ഭാഗം കൂടി പൂ കൊണ്ട് നിറയ്ക്കുന്നതുകൊണ്ടാണ്. ഇനി തിരുവോണത്തിനാണ് അടുത്തത് തുമ്പി തുള്ളൽ. അതായത് പൂ പോരെ, പൂപ്പട പോരെ എന്നൊക്കെ ചോദിച്ച് ഇതൊന്നും പോരെ നിനക്ക്, നീ എന്താണ് തുള്ളാത്തത്, നീ എന്താണ് ഉണർന്ന് വരാത്തത്, നിൻ്റെ കുണ്ടലിനി ഉണർന്ന് പുറത്തേക്കൊന്ന് പ്രഭാവം കാണിക്കുക. ഞങ്ങൾ ഇത്രയും ചെയ്തതെല്ലാം തന്നെ ഈ ഒരു ഗ്രാമത്തിൽ പ്രഭാവത്തിൽ എത്തിയെന്ന് നീ ഒരാളിലെങ്കിലും വന്ന് ആടിക്കാണിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ കന്നിയെ ഇരുത്തി ചുറ്റുമിരുന്ന് പാട്ടുപാടി തന്നതെല്ലാം ഓർമ്മിപ്പിച്ച് ഈ ഊർജ്ജ തരംഗങ്ങളെ മുഴുവനെ ഓർമ്മിച്ച് അവസാനം ഈ പെൺകുട്ടി ഇരുന്ന് തുള്ളുമ്പോഴാണ് ഓക്കെ, നമ്മൾ ചെയ്ത ആ ദേവതാ സങ്കല്പം മുഴുവൻ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു, ദേവത പ്രഭാവമാടി കാണിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണ ബോധ്യം വരുന്നത്. അതാണ് തുമ്പി തുള്ളൽ. അത് ഓണത്തിന് മാത്രമേ കാണുള്ളൂ. വേറെ ഏതെങ്കിലും ഉത്സവത്തിന് തുമ്പി തുള്ളലുണ്ടോ നോക്കിക്കോളൂ, കാണില്ലേ. കാരണം ഓരോ ഗ്രാമത്തിലും ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിൽ തുമ്പി തുള്ളിയിട്ടേണ് നമ്മൾ കളിച്ച ഊർജ്ജം കാണിച്ചു പോകുള്ളൂ. അപ്പം പൂർണ്ണതയിലെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു സന്ദേശം ആരും തന്നെ ഓണത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതാണ് സാർ അപ്ലൈ പറഞ്ഞ രഹസ്യം എന്ന്. അല്ല, ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്. പക്ഷെ അത് പറയണോ പറയണ്ടേ കാരണം ചിലതൊക്കെ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കേണ്ടതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സംശയം ഉണ്ടായിരുന്നു പറയണോ എന്നുള്ളത്. പക്ഷേ പിന്നെ അത് പറയാമെന്ന് തോന്നൽ വന്നു. പിന്നെ തോന്നി പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതെല്ലാം കെട്ടുകഥകളാണെന്നും മോശമാണെന്നും എന്താ പറയുക, പ്രാകൃത സമൂഹം കൊണ്ടു നടക്കുന്ന എന്തൊക്കെയോ ആണ് എന്നും പറഞ്ഞിട്ട് അതിന് നേരെയുള്ള വല്ലാത്ത ആക്രമണങ്ങൾ കാണുമ്പോൾ ഒന്നുകൂടി പറയാം. ശ്രീചക്രം സൃഷ്ടിച്ച് അതിൻ്റെ ഉള്ളിലാണ് ഭാരതത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിസൈൻഡ് നാടാണ് ഭാരതം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് ഈ മറ്റേ ട്രയാങ്കിളെല്ലാം കൂട്ടിമുട്ടുന്ന പോയിൻ്റ്, പല പോയിൻ്റുകളിലെ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിരുന്നു അയോധ്യ, മറ്റൊരു പോയിൻ്റായിരുന്നു മഥുര, മറ്റൊരു പോയിൻ്റാണ് കാശി. അപ്പോൾ ഔറംഗസീബും ബാബറും ഒക്കെ ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചത് വെറുതെ ഒന്നുമല്ല. കാരണം ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യം കിടക്കുന്നത് ഈ സംവിധാനത്തിലാണ് എന്ന് അറിഞ്ഞ് അതിനെ തകർത്താണ്. പക്ഷേ സനാതനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് റിപ്പയർ ചെയ്യാനുള്ളൊരു സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ രൂപത്തിലോ യോഗി ആദിത്യനാഥ് അല്ല ആരുടെ അദ്ദേഹത്തിൻ്റെ രൂപത്തിലോ ആനന്ദവനത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെങ്കിലുമൊക്കെ വന്ന് ഇതൊക്കെ കറക്റ്റ് ചെയ്യും. അത് ഒരു സംശയമില്ല. കാരണം സനാതനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരു ശ്രീചക്രത്തിൽ ഉണ്ടാക്കിയ സ്ഥലത്ത് എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ അത് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ ഈ പൂക്കളം ഇങ്ങനെയാണെന്ന് ലോകം അറിയേണ്ട സമയമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. നമുക്കറിയില്ല അത് ആരാ നമ്മളെ കൊണ്ട് പറയിക്കുന്നത്, നമുക്കറിയില്ല. ഓണം കേരള കാ ത്യോഹാർ ഹേ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിശേഷ ത്യോഹാർ ഹേ. അത് വിശേഷ ത്യോഹാർ ഹേ. ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവരുടെയും ഒരു ഉത്സവമാണോ അതോ ഹൈന്ദവരുടെ മാത്രം ഒരു ആചാരമാണോ? കേരളത്തിൽ മഹാമല്ലേശ്വർ പറഞ്ഞ സാധനം, കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഹിന്ദുക്കളുടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിൽ എന്തൊരു വർഗീയം തോന്നല്ലേ. അതായത് ഇവിടുത്തെ സർക്കാർ സ്കൂളുകളായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇവിടെ ഉണ്ടായിരുന്ന അന്ന് ധനസ്ഥിതി ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഏതോ ഒരു ഹിന്ദു ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് സർക്കാർ സംവിധാനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇനിയിപ്പോൾ രാജാക്കന്മാരാണെങ്കിൽ ശ്രീചിത്ര തിരുനാളോ മൂലം തിരുനാളോ ആരോ ആയിക്കോട്ടെ, ശക്തനോ ആരോ ആയിക്കോട്ടെ, ഇവരൊക്കെ ഹിന്ദുക്കളായിരുന്നു. കാരണം ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളുകളെല്ലാം, അതായത് മുസ്ലിം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ എന്ന് പറയുന്ന സ്കൂളുകൾക്ക് മുമ്പുള്ള എല്ലാ സർക്കാർ സ്കൂളുകളും ഹിന്ദു സ്കൂളുകളാണ് എന്ന് മഹാമണ്ഡലേശ്വർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് അതാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ട്രാൻസ്ഫോമറിൽ തൊട്ടാൽ ക്രിസ്ത്യാനിക്ക് കുറച്ച് ഷോക്ക്, മുസ്ലിമിന് കൂടുതൽ ഷോക്ക്, അങ്ങനെ കടിക്കുമോ? അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് മുഴുവൻ ഊർജ്ജമെടുത്ത് കളിച്ച കളികളാണ്. അന്ന് ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ട് രാമായണവും മഹാഭാരതവും കഥാരൂപത്തിലും മറ്റു പലതും ശാസ്ത്ര രൂപത്തിലുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്താൻ ചിലർക്ക് കഥയെ മനസ്സിലാവുള്ളൂ, ചിലർക്ക് ശാസ്ത്രീയം മനസ്സിലാവും, ചിലർക്ക് പ്രയോഗശാസ്ത്രീയം മനസ്സിലാവുള്ളൂ. അതിനനുസരിച്ച് ഇവിടെ എല്ലാതുമുണ്ട്. ഈ രാമായണത്തിനും മഹാഭാരതത്തിനും കുറ്റം പറയുന്ന ആരെങ്കിലും യോഗാവാസിഷ്ടത്തിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? പതഞ്ജലി സൂത്രത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? വേദിക് മാത്തമാറ്റിക്സിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഒക്കെ ശാസ്ത്രമാണത്. ഇതെല്ലാം കഥകളാണ്. ആ ശാസ്ത്രഭാഷ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് പുരാണങ്ങൾ, കഥകൾ. ഈ കഥകളിൽ നിന്നും ശാസ്ത്രത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഊർജ്ജമെടുത്ത് കളിച്ച കളികളാണ്. അതിനൊക്കെ ഓരോ പേരിട്ടു, ഓരോ ദേവതാ രൂപങ്ങൾ കൊടുത്തു, ഓരോ ദേവതാ സ്ഥാനങ്ങൾ കൊടുത്തു. പ്രകൃതിയിലുള്ളതാണ് ഇത് മുഴുവൻ. ബോധമുള്ള ക്രിസ്ത്യാനിയും ബോധമുള്ള മുസ്ലിമും ബോധമുള്ള ഹിന്ദുക്കൾ മുഴുവൻ ബോധമുള്ളതെന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവരെല്ലാവരും ഇതിൻ്റെ ഉള്ളിലെ ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞ് അത് പ്രയോഗത്തിൽ വരുത്തിയാൽ അതിന് ഗുണമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഹിന്ദുവിൻ്റെ ഒരു ആചാരമൊന്നുമല്ല. വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഞങ്ങളല്ലേ ഹിന്ദുവിൻ്റെ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ലോജിക്കില്ല. അത് ഉപയോഗിക്കേണ്ട അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. ഹിന്ദുവിൻ്റെ ആണെങ്കിൽ പിന്നെ ഉപയോഗിക്കേണ്ട അത്രേ പറയുള്ളൂ. ഇനി എൻ്റെ ഒരു കൂട്ടുകാരി മുസ്ലിമാണ്, ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു ഞങ്ങളെ നിങ്ങളുടെ ഓണത്തിനൊന്നും വിളിക്കില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഓണം അതെന്ന് മുതലായത്? പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്ത് എങ്ങനെ നിങ്ങളുടെ ഓണമായത്? ഇതുപോലെ ആനന്ദിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്, എൻ്റെ കുട്ടിയെ നിങ്ങളുടെ ആൾക്കാർ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കണമെന്ന് പറയുമെന്ന്. സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത് ഒരു കലാപുണ്ടായപ്പോഴാണ്. അയാൾ തിരിച്ചു ചോദിക്കുന്നത് എൻ്റെ നിൻ്റെ എന്നൊക്കെ നീ എന്ന് മുതലാണ് പറയാൻ പഠിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം എന്ന് മുതലാണ് അതൊക്കെ പറയാൻ പഠിച്ചത്? ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നൊക്കെ. ഇത് പ്രകൃതിയിൽ ഈ ഊർജ്ജങ്ങളെ എടുത്ത് കളിച്ച് ദേവതകളുടെ പേരിട്ട് നടന്നിരുന്ന ഒരു രാജ്യത്ത് അതേ ഉണ്ടാവുള്ളൂ, അതേ നമുക്ക് തുടരാനും പറ്റുള്ളൂ. അതിനോട് എതിർത്ത് നിന്നാൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല എന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. വേണ്ടവർക്ക് എടുക്കാം, തുറന്ന് വെച്ചിരിക്കുകയാണ് അറിവുകൾ, വേണ്ടവർക്ക് എടുക്കാം. ഇതെല്ലാം ഗ്രന്ഥരൂപത്തിൽ കിട്ടാറുണ്ട്, വേണ്ടവർക്ക് എടുക്കാം. മുസ്ലിങ്ങൾക്ക് ഹറാമാണോ? തൊടണ്ട. ക്രിസ്ത്യാനിക്ക് അയിത്തുണ്ടോ? തൊടണ്ട. ഹിന്ദുക്കൾക്ക് യുക്തിവാദമുണ്ടോ? തൊടണ്ട. യോഗ്യതയുള്ളവൻ അന്വേഷിച്ച് വന്നാൽ കിട്ടാവുന്ന രീതിയിൽ തുറന്നു വെച്ചിരിക്കണം. ഒരു പേറ്റൻ്റ് എടുത്തിട്ടില്ല. അറിവുകൾക്ക് ഭാരതം ഒരു കാലത്തും പേറ്റൻ്റ് എടുത്തിട്ടില്ല. വെറുമൊരു ഇൻ്റർവ്യൂ അല്ല സത്യം പറഞ്ഞാൽ ഇത് നടക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതലൊരു ഓണ സന്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും പ്രേക്ഷകർക്കായിട്ട് സാറുടെ ഓണ സന്ദേശം. പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച്, വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സന്ദേശം. മക്കൾക്ക് വിഷം കൊടുക്കരുത് എന്നാണ് അതിൻ്റെ തത്വം. ഭക്ഷണത്തിൽ വിഷം കലർത്തിയവൻ കൊടും പാപിയാണെന്ന് പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ജീവികൾ തിന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവർക്കും കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പണ്ടൊക്കെ ഒരു വാഴക്കൊല വെട്ടുന്നതിന് മുൻപേ ഒരു പടല അണ്ണാൻ തിന്നോട്ടെ കിളി ഒത്തിക്കോട്ടെ എന്ന് മുത്തശ്ശൻ പറയുമായിരുന്നു. കാരണം അത് പഴുക്കുന്നു നോക്കി നിന്നിരുന്ന ഒരു കിളിയും അണ്ണാനും ആ തൊടിയിലുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പോൾ അവർ കഴിച്ചിട്ട് ഒരു പടല തിന്നിട്ട് ഒരുമിച്ച് പഴം ഒരിക്കലും പഴുക്കാറില്ല. അത് നമ്മൾ പുകയിട്ട് പഴുപ്പിക്കുമ്പോൾ മാത്രമേ പഴുക്കുള്ളൂ. അപ്പോൾ അത് കുറേശ്ശെ പഴുത്ത് വരും. അപ്പോൾ ഒരു പടല അണ്ണാനെങ്കിലേക്ക് തിന്നിട്ട് നമുക്ക് വെട്ടാമെന്ന് പറയുമായിരുന്നു. അതുപോലെ കീടനാശിനിയൊക്കെ ഉപയോഗിക്കാതെ കുറച്ചൊക്കെ അവർ നിന്നോട്ടെ എന്നുള്ളൊരു സൗമനസ്യത്തിൽ ഉണ്ടാക്കുന്ന നല്ല പച്ചക്കറികൾ കൊണ്ടുള്ള സദ്യ ഒരുക്കി മക്കൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുക എന്നതാണ് ആദ്യത്തെ സന്ദേശം. 2, മലന്ന് കടന്ന് തുപ്പാതിരിക്കുക. നമ്മളെല്ലാം ഈ രാജ്യത്ത് സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും കഴിയുന്നതിന് കാരണം ഈ ഒരു സംസ്കാരം നൽകിയ ബലവും സൗന്ദര്യവുമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എന്നെ സൃഷ്ടിച്ച അച്ഛനെയും അമ്മയെയും എൻ്റെ നാടിനെയുമാണ് കുറ്റം പറയുന്നുള്ള ബോധം എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുക എന്നുള്ളതാണ് 2. പിന്നെ വെറുതെ ഇത് കേമമാണ് എന്ന് പറഞ്ഞ് ഇതന്നെയാണ് കേമം, ഇതിനോട് മുട്ടാൻ ഒന്നുമില്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. ഇതെല്ലാം മോശമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ യുക്തി തുറന്ന് ആലോചിച്ച് അന്വേഷിച്ച് പോയാൽ അത്ഭുതങ്ങളാണ് ഓരോന്നിൻ്റെയും പുറകിൽ കിടക്കുന്നത്. അത് അത്രയ്ക്ക് ഗംഭീരമായ, അത് ജ്യോതിശാസ്ത്രമായിക്കോട്ടെ, വാസ്തുവായിക്കോട്ടെ, ആചരണങ്ങളുള്ളതായിക്കോട്ടെ, അടുക്കളയ്ക്ക് പുറകിലെ അറിവായിക്കോട്ടെ, കാവായിക്കോട്ടെ, ക്ഷേത്രമായിക്കോട്ടെ, ഇതിനൊക്കെ പുറകിൽ ഊർജ്ജമെടുത്ത് അമ്മാനമാടിയ മഹാപണ്ഡിതന്മാരുടെ രാജ്യത്തെ അത്ഭുതങ്ങളാണ്. അവരൊരു പക്ഷേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തോന്നിയ ചിലരോട് ലളിതമായി പറഞ്ഞതാണ് പൂവിടാൻ പറഞ്ഞത്. എല്ലാവരോടും ശ്രീചക്രം ഉണ്ടാക്കാൻ പറയാൻ പറ്റില്ല. എല്ലാവരോടും ഈ പറഞ്ഞ പോലെ ഏറ്റവും താഴെ ഇരിക്കുന്ന മഹാകാളിയാണെന്നും അതിൻ്റെ മുകളിലിരിക്കുന്നത് ബഗളാമുഖിയാണെന്നും ചിന്നമസ്തയാണെന്നും ഭൈരവിയാണെന്നും അങ്ങനെ പറഞ്ഞ് മുകളിലേക്ക് കയറ്റി പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിൽ നിൽക്കില്ല. അതിന് പകരം പൂവിട്ടാൽ മതി. ഒരു ആദ്യത്തെ ദിവസം ഒരു വട്ടം വെള്ളപ്പൂ മതി കേട്ടോ. ഓക്കെ, തുമ്പപ്പൂവിൻ്റെ ഒരു കഥയും പറഞ്ഞു വെച്ചു. തുമ്പപ്പൂ ഇഷ്ടമാണ് മഹാബലിക്ക്. അപ്പോൾ അതവിടെ വേണം, അവസാനിക്കുമ്പോൾ വേണം. കാരണം മഹാഗൗരി ശൈലപുത്രിയിൽ നിന്ന് തുടങ്ങിയ മഹാഗൗരിയിലേക്ക് പോകണമെങ്കിൽ അവസാനം വെള്ളേനെ, തുടക്കം വെള്ളയാണ്. ഏറ്റവും അവസാനം മുകളിൽ വയ്ക്കുമ്പോഴും തുമ്പപ്പൂ വേണം. അതിൻ്റെ ഊർജ്ജം കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ തുമ്പപ്പൂ വേണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കഥകളിൽ കലർത്തി വെച്ചാൽ ആൾക്കാർ ഓർത്ത് വയ്ക്കുള്ളൂ, ആവർത്തിക്കുള്ളൂ. ഞാൻ ചെയ്താലേ എൻ്റെ മക്കൾ ചെയ്യുള്ളൂ. അല്ലാതെ ഇതൊക്കെ കേമാണെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമൊന്നുമില്ല. അവരവർ മനസ്സിലാക്കിയത് ആചരിച്ച് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ DNA-യിലൂടെ ഈ സയൻസ് അടുത്ത തലമുറയിലേക്ക് പകരും. നാളെ ലോകത്തിനെ നിയന്ത്രിക്കാൻ പോകുന്ന സൂക്ഷ്മമായ ശാസ്ത്രം എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് നന്ദി സാർക്കും സാറുടെ കുടുംബത്തിനും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ അടുത്ത കാവല് പാട്ടുത്സവത്തിന് കാണാമല്ലേ അടുത്തത്? അതെ.